കഴിഞ്ഞ കുറേ നാളുകളായി ജനകീയ പ്രതിഷേധങ്ങളുടെ സമരത്തീയിൽ കത്തിയേറിയുകയാണ് നേപ്പാൾ. ജെൻസി എന്ന പേരിൽ അറിയപ്പെടുന്ന നേപ്പാളിലെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആയിരങ്ങളാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സെപ്റ്റംബർ 15 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നേപ്പാളിൽ പോലീസും പട്ടാളവുമായിട്ടുള്ള പോരാട്ടങ്ങൾക്കിടയിൽ ഇതുവരെ ജീവൻ നഷ്ടമായിട്ടുള്ളത് 72 പേർക്കാണ്. യുവജനങ്ങൾ പ്രകടനങ്ങളുമായി കാഠ്മണ്ഡു, പൊഖാറ, ബുട്വാൾ, ഇറ്റാഹരി എന്നിങ്ങനെ നിരവധി പട്ടണങ്ങളിലെ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് മാർച്ചുകൾ നടത്തി. പലയിടങ്ങളിലും ഗവൺമെൻറ് കെട്ടിടങ്ങൾക്ക് തീ വയ്ക്കപ്പെട്ടു. രജിസ്ട്രേഷൻ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന പേരിൽ നേപ്പാൾ ഗവൺമെൻറ് എക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് ബാൻ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന അഭ്യൂഹമാണ് യുവാക്കളെ തെരുവിലേക്ക് എത്തിച്ചതെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വിലക്കിൻ്റെ പേരിൽ മാത്രമുണ്ടായ ഒരു പ്രതിഷേധമായി അതിനെ കാണാനാവില്ല. അതിനേക്കാൾ ഉപരി യുവജനങ്ങളുടെ പോരാട്ടം പതിറ്റാണ്ടുകളായി നാടുഭരിക്കുന്ന അധികാരി വർഗത്തിൻ്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും നാട്ടിൽ നടമാടുന്ന തൊഴിലില്ലായ്മയ്ക്കും പണപ്പെരുപ്പത്തിനുമെതിരെയാണ്. പ്രതിഷേധങ്ങൾ കനത്ത ദിവസങ്ങളിലെ ഇന്റർനാഷണൽ റിപ്പോർട്ടുകളിലും നിറഞ്ഞു നിന്നത് നിശബ്ദരാകാൻ വിസമ്മതിച്ച ഒരു തലമുറയുടെ സുധീരമായ പ്രതിഷേധ സ്വരങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. വിദ്യാർത്ഥികളടങ്ങുന്ന യുവജനത നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉത്തരവാദിത്വ ഭരണത്തിനും വേണ്ടി പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങിയ വളരെ നീണ്ട പാരമ്പര്യമുള്ളൊരു രാജ്യമാണ് നേപ്പാൾ എന്ന് ആ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്. നേപ്പാൾ എന്ന രാജ്യം ഇന്നത്തെ അതിൻ്റെ ഏകദേശ രൂപം ആർജിക്കുന്നതിന് മുമ്പും പിമ്പുമായി അവിടെ അരങ്ങേറിയിട്ടുള്ളത് ഏറെ നാടകീയമായ നിരവധി സംഭവ വികാസങ്ങളാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കായി ഹിമാന്റെ മടിത്തട്ടിൽ പുലരുന്ന നേപ്പാൾ എന്ന കുഞ്ഞു രാജ്യത്തിന് ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള അധികാര വടംവലികളുടെയും രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും കഥ. സിംഹാസനത്തിനുമേലുള്ള അവകാശം ഉറപ്പിക്കാൻ വേണ്ടി നേപ്പാളിലെ രാജകൊട്ടാരങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ പലപ്പോഴായി നടന്നിട്ടുള്ള കുതികാൽ വെട്ടുകളുടെയും രക്തരൂഷിതമായ കൂട്ടക്കൊലകളുടെയും കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഹിന്ദു മിഥോളജി പ്രകാരം നേപ്പാൾ പണ്ട് നേ എന്ന പേരുള്ള ഒരു മഹർഷിയുടെ സംരക്ഷണയിൽ പുലർന്നിരുന്ന പ്രദേശമാണ്. പാലി ഭാഷയിൽ പാല എന്നാൽ സംരക്ഷിക്കുന്നവൻ എന്നായിരുന്നു അർത്ഥം. നേ എന്ന മഹർഷിയാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഭൂപ്രദേശം എന്ന അർത്ഥത്തിലാണ് നേപ്പാൾ എന്ന വാക്ക് കോയിൻ ചെയ്യപ്പെട്ടത് എന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ നേപ്പാളിൻ്റെ തിബത്തൻ സൈഡിൽ കഴിയുന്നവർ കേട്ടുവളർന്ന മറ്റൊരു പഴങ്കഥയുണ്ട്. തിബത്തൻ ഭാഷയിൽ നേ എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പിളി എന്നാണ്. പാൾ എന്നാൽ വീടെന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ നേപ്പാൾ എന്ന് വെച്ചാൽ ഹൗസ് ഓഫ് വുൾ അഥവാ കമ്പിളിയുടെ വീട്. നേപ്പാൾ ഇന്ന് കാണുന്നത് പോലെ ആദ്യമായിട്ടൊരു ദേശരാഷ്ട്ര രൂപം പൂണ്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന പൃഥ്വിനാരായൺ ഷാ തൻ്റെ ദിവ്യ ഉപദേശം എന്ന കൃതിയിൽ നേപ്പാളിനെ വിളിക്കുന്നത് യാം ബിറ്റ്വീൻ 2 റോക്സ് അഥവാ 2 പാറകൾക്കിടയിൽ വളർന്നു കിടക്കുന്ന മധുരക്കിഴങ്ങ് എന്നാണ്. നേപ്പാൾ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. വടക്ക് ദിക്കിൽ ചൈനയുടെ തിബത്തൻ പ്രവിശ്യ, ബാക്കി 3 ദിശയിലും ചുറ്റി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം. നേപ്പാൾ ഇരിക്കുന്നത് തന്നെ ഹിമവാന്റെ മടിത്തട്ടിലാണ്. എവറസ്റ്റ് അടക്കം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 8ഉം നേപ്പാളിലാണ്. BC 600 അടുപ്പിച്ച് തന്നെ നേപ്പാളിൻ്റെ ദക്ഷിണ സമതല ഭൂമികളിൽ ചെറു നാട്ടുരാജ്യങ്ങളും ക്ലാൻ ഫെഡറേഷനുകളുമൊക്കെ പൊട്ടിമുളച്ചു വന്നുകൊണ്ടിരുന്നു. ഇക്കൂട്ടത്തിൽ ശാക്യ രാജപരമ്പരയിൽപ്പെട്ട സിദ്ധാർത്ഥ ഗൗതമ എന്ന പേരുള്ളൊരു യുവരാജാവ് തൻ്റെ രാജകീയ ജീവിതശൈലി ത്യജിച്ച് സത്യാന്വേഷിയായി ഇറങ്ങി പുറപ്പെട്ടു. ബുദ്ധിസം എന്ന വിശ്വപ്രസിദ്ധമായ മതത്തിൻ്റെ തുടക്കക്കാരനായ ആ രാജർഷിയെ പിന്നീട് ലോകം ശ്രീബുദ്ധൻ എന്ന പേരിൽ വിളിച്ചു. BC 250ഓടെ തെക്കൻ നേപ്പാൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയിക്കഴിഞ്ഞിരുന്നു. ബുദ്ധൻ്റെ ജന്മഭൂമിയായ ലുംബിനി സന്ദർശിക്കുന്ന അശോക ചക്രവർത്തി അവിടെ അതിഭീമമായൊരു ശിലാസ്തൂപം തന്നെ കെട്ടിപ്പൊക്കുന്നു. അതിലെ ചില ഇൻസ്ക്രിപ്ഷനുകളിലാണ് നേപ്പാൾ രാജ്യത്തിൻ്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള ലിഖിത ചരിത്രം നമുക്ക് കാണാനാവുക. കൃത്യമായ റെഫറൻസുകളുള്ള ഈ പൗരാണിക അടിത്തറയിൽ നിന്നാണ് നേപ്പാളിലെ ജനങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായ സംസ്കാരത്തിലെ ബുദ്ധിസത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും അടിയൊഴുക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 18-ാം നൂറ്റാണ്ട് അടുപ്പിച്ച് നേപ്പാൾ എന്ന പ്രദേശം പല നാട്ടുരാജ്യങ്ങളും കുത്തി തുന്നിയ പരുവത്തിലായിരുന്നു. അന്ന് നേപ്പാളിലെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 54 ആയിരുന്നു. 22 നാട്ടുരാജ്യങ്ങളടങ്ങിയ ബൈസിയെ രാജ്യവും 24 നാട്ടുരാജ്യങ്ങളടങ്ങിയ ചൗബീസിയെ രാജ്യവും ഇതിൽപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ ചൗബീസിയ രാജ്യത്തിലാണ് ഏറിയ വീറും വെറിയുമുള്ള ഗൂർഖ എന്ന കുഞ്ഞു നാട്ടുരാജ്യം. അതിൻ്റെ ഭരണാധികാരി നാരാ ഭൂപാൽ ഷാ ഒരിക്കൽ നുവാക്കോത്ത് എന്ന പ്രാന്തരാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ഒരു പരിശ്രമം അവസാനിക്കുന്നത് അയാളുടെ നാണം കെട്ട തോൽവിയിലാണ്. കാഠ്മണ്ഡുവിലെ മല്ല രാജാക്കന്മാർ നുവാക്കോട്ടിൻ്റെ രക്ഷയ്ക്കെത്തുന്നു. ഷായുടെ പട്ടാളത്തെ അവർ തുരത്തി ഓടിക്കുന്നു.
ആ സമ്പൂർണ്ണ പരാജയത്തിൽ മനംനൊന്ത് രാജ്യഭരണം മതിയാക്കി ഉത്തരവാദിത്തങ്ങളെല്ലാം മകൻ പൃഥ്വിനാരായൺ ഷായെ ഏൽപ്പിച്ച് ഷാ വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുന്നു. അച്ഛന് നുവാക്കോട്ടിൽ നേരിടേണ്ടി വന്ന പരാജയത്തിന്റെ വേദന മകന്റെയും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ 1744 ഗുർഖ സൈന്യത്തെ നയിച്ചു ചെല്ലുന്ന പൃഥ്വിനാരായൺ ഷാ കനത്ത പോരാട്ടത്തിനൊടുവിൽ നുവാക്കോത്ത് കീഴടക്കുന്നു. എന്നാൽ പൃഥ്വിരാജാവ് തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടി നുവാക്കോത്തിലേക്ക് പോയ സമയം നോക്കി അയൽവക്കത്ത് കിടക്കുന്ന താനാഹുൻ എന്ന രാജ്യത്തെ ത്രിവിക്രം സെൻ രാജാവിന്റെ സൈന്യം ഗൂർഖ ആക്രമിച്ച് കീഴടക്കുന്നു. ഈ ത്രിവിക്രം സെൻ പണ്ട് പൃഥ്വിനാരായൺ ഷായുടെ അച്ഛന്റെ സ്നേഹിതനൊക്കെ ആയിരുന്നുവെങ്കിലും അച്ഛന്റെ സൗഹൃദങ്ങൾക്കൊന്നും മകൻ വില കൽപ്പിക്കുന്നില്ല. തൃശൂലി നദിയുടെ തീരത്തേക്ക് ഒരു സമാധാന സംഭാഷണത്തിന് എന്ന വ്യാജേന ത്രിവിക്രം രാജാവിനെ വിളിച്ചു വരുത്തുന്ന പൃഥ്വി ഷാ അയാളെ പിടിച്ചുകെട്ടി നുവാക്കോത്തിലേക്ക് കൊണ്ടുപോകുന്നു. നുവാക്കോട്ടിന് പിന്നാലെ താനാഹുൻ കൂടി അനക്സ് ചെയ്യപ്പെട്ടതോടെ ഷായുടെ സാമ്രാജ്യം വീണ്ടും വളരുന്നു. 2 രാജ്യങ്ങൾ തന്റെ സാമ്രാജ്യത്തിന് കീഴിൽ കൊണ്ടുവന്ന ആത്മവിശ്വാസത്തിൽ ഷായുടെ അശ്വമേധത്തിന് വീണ്ടും ചിറകുകൾ വെക്കുന്നു. മല്ല രാജാക്കന്മാർ ഭരിക്കുന്ന കാഠ്മണ്ഡു താഴ്വരയായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം. അതും അയാൾ കീഴടക്കുന്നു. അങ്ങനെ ആ പ്രദേശത്തെ മലമുകളിലെയും താഴ്വരയിലുമായിട്ട് നിരവധി കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി തന്റെ സാമ്രാജ്യം വളർത്തിക്കൊണ്ടുവരുന്ന പൃഥ്വിനാരായൺ ഷാ രാജാവ് നേപ്പാളിലെ രാജഭരണത്തിന് അപ്രമാദിത്വം നൽകുന്നു. രാജാക്കന്മാർ എല്ലാവരും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് എന്നും അവർ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ഒന്നിനെയും ചോദ്യം ചെയ്യരുത് എന്നുമായിരുന്നു ജനങ്ങൾക്കുള്ള നിർദ്ദേശം. ഈ പൃഥ്വിനാരായൺ ഷാ രാജാവിനെ പറ്റി നേപ്പാളിലെ ജനങ്ങൾ തലമുറകളായിട്ട് കേട്ടു വളർന്ന ഒരു പഴങ്കഥയുണ്ട്. പൃഥ്വിനാരായൺ ഷാ യുവരാജാവായിരിക്കുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത്. അന്നൊരിക്കൽ ഗൂർഖ പാലസിനടുത്തൊരു ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു ബാബ ഗോരഖ്നാഥ് എന്നൊരു വൃദ്ധ സന്യാസി. അദ്ദേഹത്തിന് അരികിലേക്ക് യൗവനയുക്തനായിട്ടുള്ള പൃഥ്വിനാരായൺ ഷാ വന്നെത്തുന്നു. ഒരു കിണ്ണം തൈര് കൊണ്ടുതരാമോ എന്ന് ഗോരഖ്നാഥ് ചോദിച്ചപ്പോൾ രാജകുമാരൻ തലകുലുക്കി. തിരികെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന അദ്ദേഹം അവിടുത്തെ കുശിനിയിൽ നിന്ന് ഒരു പാത്രം തൈരുമായി ഗുഹയിലേക്ക് മടങ്ങി വരുന്നു. തൈരിന്റെ പാത്രം മുഖത്തോടടുപ്പിച്ച് സന്യാസി ഒരു കവിൾ കുടിക്കുന്നു. ശേഷം അതിനെ തിരികെ തന്റെ കയ്യിലേക്ക് തന്നെ തുപ്പിയ ശേഷം രാജകുമാരനോടത് പ്രസാദമായിട്ട് ആഹരിക്കാൻ ആവശ്യപ്പെടുന്നു. തികഞ്ഞ ജുഗുപ്സയോടെ രാജകുമാരൻ അതിനെ അവഗണിച്ചതോടെ തൈര് ബാബയുടെ കയ്യിൽ നിന്ന് ഊർന്ന് നിലത്ത് യുവരാജാവിന്റെ കാൽവിരലുകൾക്കരികിലായി 10 പിരിഞ്ഞു കിടന്നു. ബാബയാകട്ടെ കോപിഷ്ഠനായി തൈരിന്റെ പാത്രം തറയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് പിന്നാലെ പാതി വരദാനവും പാതി ഉഗ്രശാപവും എന്ന് തോന്നിക്കുന്ന ചില വാക്കുകൾ ബാബ ഗോരഖ്നാഥിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. നാളെ നീ രാജാവാകും, ചക്രവർത്തിയാകും. നീ കാൽവെക്കുന്ന ദിക്കുകളെല്ലാം നിന്റേതാകും. എന്നാൽ ഇന്ന് ഈ തൈര് നിലത്തു വീണ് 10 പിരിഞ്ഞ പോലെ 10 തലമുറകൾ ആയുസ് മാത്രമേ നിന്റെ രാജവംശത്തിനുണ്ടാകൂ. അത് കഴിഞ്ഞാൽ അത് അസ്തമിക്കും. ആ വംശനാശത്തിന് കാരണം നിന്റെ പിൻഗാമികളുടെ അഹങ്കാരവും അടക്കാനാവാത്ത കോപവും മാത്രമാകും. 1743 ഏപ്രിൽ 3 അച്ഛൻ്റെ മരണശേഷം പൃഥ്വിനാരായൺ ഷാ നേപ്പാളിന്റെ രാജാവാകുന്നു. താൻ കഷ്ടപ്പെട്ട് ഒരുമിച്ച് ചേർത്ത ഐക്യ നേപ്പാളിനെ സ്വൈര്യമായിട്ടിരുന്ന് ഭരിക്കാൻ പൃഥ്വിനാരായൺ ഷായ്ക്ക് അയാളുടെ ജീവിതകാലത്ത് സാധിക്കുന്നില്ല. ഏതാണ്ട് മരണാസന്നനായി എന്ന് ഉറപ്പായപ്പോൾ അയാൾ തൻ്റെ കുടുംബത്തിലെ സകലരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിക്കുന്നു. താൻ ഒരു പുരുഷായുസ് കൊണ്ട് കെട്ടിപ്പടുത്ത നേപ്പാൾ എന്ന സാമ്രാജ്യം വിഘടിച്ചു പോകാൻ അനുവദിക്കരുത്. തലമുറ കൈമാറി വരുമ്പോൾ മക്കൾക്കിടയിൽ ഉരുത്തിരിയുന്ന അഭിപ്രായ ഭിന്നതകളും അധികാര തർക്കങ്ങളും എങ്ങനെയാണ് രാജ്യങ്ങളെ ഛിന്നഭിന്നമാക്കുന്നത് എന്ന് പൃഥ്വിനാരായൺ ഷായ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കും മുമ്പ് ഒരു ഉത്തരവ് കൂടി അയാൾ പുറപ്പെടുവിക്കുന്നു. വരും തലമുറകളിൽ നേപ്പാൾ ഭരിക്കാൻ അർഹതയുണ്ടാവുക രാജാക്കന്മാരുടെ ഏറ്റവും മൂത്ത ആൺകുട്ടികൾക്കാവും. 1775 ആദ്യത്തെ തലമുറ കൈമാറ്റം വളരെ സൗമ്യമായി തന്നെ നടക്കുന്നു. പൃഥ്വിനാരായൺ ഷായുടെ കാലശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും മുതിർന്ന മകൻ പ്രതാപ് സിംഗ് ഷാ രാജാവായിട്ട് വാഴിക്കപ്പെടുന്നു. കിരീടത്തിനുമേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അനുജൻ ബഹാദൂർ ഷാ ആ സമയം തന്നെ ജയിലിലും അടയ്ക്കപ്പെടുന്നു. എന്നാൽ രാജാവായ പ്രതാപ് സിംഗിന് യുദ്ധത്തെക്കാൾ താല്പര്യം കവിതയിലായിരുന്നു. എന്നാൽ രാജേന്ദ്ര ലക്ഷ്മി എന്ന തന്റെ ഭാര്യയിൽ അയാൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചതോടെ രാജഭരണത്തിന് തുടർച്ചയുണ്ടാകും എന്ന കാര്യത്തിലും ഒരു ഉറപ്പായി. രാജാവ് മൈജു റാണി എന്ന പേരിൽ അതിനിടയ്ക്ക് രണ്ടാമതൊരു റാണിയെ കൂടി വിവാഹം ചെയ്യുന്നു. അതിലും മക്കൾ ഉണ്ടായതോടെ സീനിയർ ജൂനിയർ അമ്മ മഹാറാണിമാർക്കിടയിൽ അധികാരത്തിനു വേണ്ടിയുള്ള അടികളും വഴക്കും പതിവായി. ഈ പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ് തന്നെ പക്ഷേ വിധിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഭരണത്തിലേറി 3 വർഷം തികയുന്നതിന് മുമ്പ് 25 വയസ്സിന്റെ നിറ യൗവനത്തിൽ രാജാ പ്രതാപ് സിംഗ് ഷാ വസൂരി പിടിപെട്ട് മരിച്ചു പോകുന്നു. അന്ന് അധികാരം സ്വാഭാവികമായും എത്തിപ്പെടുന്നത് രാജാവിന്റെ മൂത്ത മകൻ റാണ ബഹാദൂർ ഷാ എന്ന 2 വയസ്സുകാരനിലേക്കാണ്. രാജാവ് ശിശുവായിരുന്നതുകൊണ്ട് അമ്മ രാജേന്ദ്ര ലക്ഷ്മി റീജന്റ് മഹാറാണിയായും അന്ന് അവരോധിക്കപ്പെടുന്നു. തന്റെ സിംഹാസനത്തിലുള്ള ഏക വെല്ലുവിളിയെ ഇല്ലാതാക്കാൻ അവർക്ക് ഒട്ടും അമാന്തമുണ്ടായില്ല. രാജാവിന്റെ 2ാം ഭാര്യയായ മൈജു റാണി
ഷേർ ബഹാദൂർ എന്ന പേരിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് തൊട്ടു പിന്നാലെ സതി അനുഷ്ഠിക്കാൻ നിർബന്ധിതയായി. എന്നാൽ ഭർത്താവിന്റെ സഹോദരൻ ബഹാദൂർ ഷായെ അധികാരത്തിൽ തൊടാൻ അനുവദിക്കാതെയുള്ള രാജേന്ദ്ര ലക്ഷ്മിബായിയുടെ റീജന്റ് ഭരണവും അധികനാൾ നീണ്ടുനിന്നില്ല. ട്യൂബർകുലോസിസ് ബാധിച്ച അവർ മകൻ റാണ ബഹാദൂറിന് വെറും 10 വയസ്സുള്ളപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങി. പിന്നീടാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. സിംഹാസനത്തിൽ ഔപചാരികമായി രാജാവിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് റാണ ബഹാദൂർ ഷായാണ്. എന്നാൽ ഭരണം സ്വാഭാവികമായും പ്രതാപ് സിംഗിന്റെ സഹോദരൻ ബഹാദൂർ ഷാ ബലമായി തന്നെ ഏറ്റെടുത്തു. ഈ ബഹാദൂർ ഷാ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ നേപ്പാൾ സാക്ഷ്യം വഹിച്ചത് അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വളർച്ചയ്ക്കും സാമ്രാജ്യത്വ വ്യാപനത്തിനുമാണ്. ഒരു ഘട്ടത്തിൽ നേപ്പാൾ സാമ്രാജ്യത്തിന് ഇന്നുള്ളതിന്റെ 2 ഇരട്ടിയോളം വലിപ്പമുണ്ടായിരുന്നു. ഇന്നത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കുമായൂൺ, ഗഡ്വാൾ എന്നിങ്ങനെ പല പ്രദേശങ്ങളും അന്ന് ബഹാദൂർ ഷാ പിടിച്ചടക്കി നേപ്പാളിനോട് ചേർത്തിരുന്നു. അച്ഛനെ പോലെ യുദ്ധത്തിലും നയതന്ത്രത്തിലും അസാമാന്യ സിദ്ധിയുള്ള ഒരു മാസ്റ്റർ ടാക്ടീഷ്യനാണ് താനും എന്ന് അയാൾ തെളിയിച്ചു. ഔദ്യോഗികമായി രാജാവിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന റാണ ബഹദൂറിന് പ്രായപൂർത്തിയാകുന്ന സമയം അടുത്ത മുറയ്ക്ക് ബഹാദൂർ ഷായുടെ കൊട്ടാരത്തിലെ സ്വാധീനം പതുക്കെ ക്ഷയിച്ചു വന്നു. 1794 രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഘട്ടം എത്തിയപ്പോഴേക്കും ബഹാദൂർ ഷായും അനന്തരവൻ റാണ ബഹാദൂർ ഷാ രാജാവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരമാവധി മൂർച്ഛിച്ചു കഴിഞ്ഞിരുന്നു. കൊട്ടാരത്തിലെ അധികാരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ബഹാദൂർ ഷായെ 1797 ഫെബ്രുവരിയോടെ റാണ ബഹാദൂറിന്റെ പട്ടാളം അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടയ്ക്കുന്നു. രാജാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നിങ്ങനെ പല വ്യാജ ആക്ഷേപങ്ങളും ചുമത്തി പിന്നീട് അങ്ങോട്ട് മാസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ട ബഹാദൂർ ഷാ ഈ തടങ്കലിൽ കിടന്ന് 1797 ജൂൺ 24 മരിച്ചു പോകുന്നത്. ആ മരണത്തിൽ പോലും റാണ ബഹാദൂർ ഷാ രാജാവിന് പങ്കുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പല ആക്ഷേപങ്ങളും പല ചരിത്രകാരന്മാരും പിന്നീട് ഉന്നയിച്ചിട്ടുണ്ട്. അമ്മാവൻ ബഹാദൂർ ഷാ ഭരിച്ചിരുന്നപ്പോൾ അയാളുടെ താല്പര്യം അധികാരത്തിലായിരുന്നുവെങ്കിൽ പിന്നീട് രാജാധികാരത്തിൽ വന്ന റാണ ബഹാദൂർ ഷാ തന്റെ സമ്പത്തിൽ പുളച്ചുകൊണ്ട് അതെല്ലാം ദൂർത്തടിക്കുന്ന തിരക്കിലായിരുന്നു. 2 സ്ത്രീകളെ അയാൾ വിവാഹം ചെയ്തു, 3 കുട്ടികളെയും അവരിൽ ജനിപ്പിച്ചു. പക്ഷെ അതൊന്നും തന്നെ അയാളെ സന്തോഷിപ്പിച്ചില്ല. ഒരിക്കൽ കാന്താവതി ഛാ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ വിധവയുമായി അയാൾക്ക് പ്രണയബന്ധമുണ്ടായി. പശുപതിനാഥ ക്ഷേത്രത്തിൽ തന്റെ ഭർത്താവിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ സ്ത്രീയും റാണ ബഹാദൂർ ഷാ രാജാവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. പ്രഥമ ദർശനത്തിൽ തന്നെ കാന്താദേവിയിൽ രാജാവിന് അനുരാഗം ഉദിച്ചു. ആ വിധവയ്ക്ക് ഉടൻ തന്നെ രാജസമക്ഷം ഹാജരാവാനുള്ള കൽപ്പനയും കിട്ടി. ആദ്യം വിസമ്മതിച്ചുവെങ്കിലും രാജാവിന്റെ ശാഠ്യവും നിർബന്ധവും തുടർന്നപ്പോൾ ആ വിധവ ഒരൊറ്റ നിബന്ധനപ്പുറത്ത് ഈ വിവാഹത്തിന് സമ്മതം മൂളുന്നു. തന്നിൽ രാജാവിനുണ്ടാകുന്ന ആൺകുഞ്ഞായിരിക്കണം, അല്ലാതെ മുൻബന്ധങ്ങളിലെ ഏതെങ്കിലും ആൺകുഞ്ഞാവരുത് നേപ്പാളിലെ അടുത്ത രാജാവ്. മുത്തച്ഛൻ പൃഥ്വിനാരായൺ ഷാ സ്ഥാപിച്ച നേപ്പാളിലെ ഉത്തരാധികാര നിയമങ്ങൾ പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് എങ്കിലും റാണ ബഹാദൂർ ഷാ ഈ വിധവയുടെ ആവശ്യങ്ങൾ തലകുലുക്കി സമ്മതിച്ച് അവരുമായി വിവാഹത്തിനൊരുങ്ങി. അന്നത്തെ കാലം എന്ന് പറയുന്നത് വിധവകളെ അശ്രീകരമെന്നും അവലക്ഷണമെന്നും ഒക്കെ പറഞ്ഞ് പാർശ്വവൽക്കരിച്ചിരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഷാ രാജകുടുംബത്തിൽപ്പെട്ട ഒരു രാജാവ് ഇതുപോലെ ഒരു ബ്രാഹ്മണ വിധവയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നതൊന്നും അന്ന് ആലോചിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അന്നോളമുള്ള എല്ലാ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് റാണ ബഹാദൂർ ഷാ രാജാവ് അന്ന് കാന്താവതി ഛായെ വിവാഹം കഴിക്കുന്നു. അവരിൽ അയാൾക്ക് കൃത്യം 1 വർഷത്തിനുള്ളിൽ തന്നെ ഗിർവാൻ യുദ്ധ എന്ന പേരിൽ ഒരു മകനും ജനിക്കുന്നു. പക്ഷേ ഈ മകൻ ജനിച്ച് അധികം വൈകാതെ കാന്താവതിക്കും ബസൂരി ബാധിക്കുന്നു. സ്വന്തം ഭാര്യയെ പിരിഞ്ഞു പോവുക എന്നത് അന്ന് രാജാവിന് ആലോചിക്കാൻ പോലും ആവാത്ത കാര്യമാണ്. മരണം അടുത്തു എന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം കാന്താവതി തന്റെ ഭർത്താവിനെ അടുത്ത് വിളിച്ചിരുത്തി തന്നോട് ചെയ്ത പ്രതിജ്ഞ ഒരിക്കൽ കൂടി അയാൾ ഓർമ്മിപ്പിച്ചു. ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് കൊടുത്ത വചനങ്ങളൊന്നും തന്നെ റാണ ബഹാദൂർ ഷാ മറന്നിട്ടില്ലായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ തന്റെ മറ്റു ഭാര്യമാരിലെ മക്കളിൽ മൂത്തവനെ അയോഗ്യനായി പ്രഖ്യാപിച്ചുകൊണ്ട് കാന്താവതിയുടെ മകൻ ഗിർവാൻ യുദ്ധയെ നേപ്പാൾ രാജ്യത്തിന്റെ ഉത്തരാധികാരിയായി പ്രഖ്യാപിക്കുന്നു. പൊതുമണ്ഡലത്തിൽ നിന്നും റോയൽ കോർട്ടിൽ നിന്നുമെല്ലാം പിന്മാറി അതിനുശേഷം അയാൾ തന്റെ ഭാര്യയുടെ പരിചരണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പിന്നീടുള്ള കാലം ചെലവിട്ടു. ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി റാണ ബഹാദൂർ ഷാ ഏറെ പണം ചെലവിട്ട് പല യാഗങ്ങളും ബലികളും ഒക്കെ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കാന്താവതിയുടെ ആരോഗ്യം ഒരല്പം മെച്ചപ്പെട്ടു വന്നപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെയും ഫലിച്ചു എന്ന തോന്നൽ സജീവമായി എങ്കിലും ബസൂരിക്കല വന്ന് വികൃതമായ തന്റെ മുഖം കണ്ടുണ്ടായ വിഷാദത്തിൽ മഹാറാണി കാന്താവതി ഒരു ദിവസം ജീവനൊടുക്കുന്നു. അതോടെ റാണ ബഹാദൂർ ഷാ രാജാവിന്റെ സമനില തെറ്റിപ്പോകുന്നു. ഭാര്യയുടെ മരണത്തിൽ മനസ്സിലുണ്ടായ സങ്കടം വിക്ഷോഭത്തിന് വഴിമാറിയതോടെ അയാൾ ക്ഷേത്രങ്ങൾ അലങ്കോലമാക്കാനും പൂജാരികളെ കഴിവേറ്റാനും ബ്രാഹ്മണരെ കൊണ്ട് അവരുടെ ജാതിക്ക് നിരക്കാത്ത ജോലികൾ ചെയ്യിക്കാനും എല്ലാം ഉത്തരവിടുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അസ്വാഭാവികമെന്ന് ബോധ്യപ്പെട്ടിരുന്ന ഈ ഉത്തരവുകൾ നടപ്പാക്കാൻ വിസമ്മതിച്ച ഭടന്മാരുടെ ദേഹത്ത് എണ്ണ തിളപ്പിച്ചൊഴിക്കാനും രാജാവ് ആജ്ഞാപിക്കുന്നു. രാജാവിന്റെ പ്രവൃത്തികൾ അതിരുവിടാൻ തുടങ്ങിയതോടെ രാജസദസ്സിലെ മുതിർന്നവർ ചേർന്ന് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നു. രാജാവിനെ നാട് കടത്താൻ അവർ തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ റാണ ബഹാദൂർ ഷാ ബനാറസിലേക്ക് പലായനം ചെയ്യുന്നു.
അതോടെ നേപ്പാൾ സാമ്രാജ്യം ആകെ സംഘർഷത്തിലേക്ക് വഴുതി വീഴുന്നു. ഒരിക്കൽ കൂടി പ്രായപൂർത്തിയാകാത്തൊരു യുവരാജാവ് നേപ്പാൾ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെടുന്നു. രാജാവിന്റെ അസാന്നിധ്യത്തിൽ ഗിർവാൻ യുദ്ധ രാജാവായി അവരോധിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ സുവർണ പ്രഭ റാണി റീജന്റ് റാണിയായി നിയമിക്കപ്പെടുകയും ചെയ്യുന്നു. 3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അന്ന് പലായനം ചെയ്ത റാണ ബഹദൂർ ഷായുടെ മടങ്ങിവരവുണ്ടാവുന്നു. അദ്ദേഹം മടങ്ങി വന്നത് പക്ഷേ നാടുവിട്ടോടിയ അശരണന്റെ പരിവേഷത്തിലായിരുന്നില്ല എന്ന് മാത്രം. ഇത്തവണ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിന്തുണയുണ്ടായിരുന്നു. ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും എന്ന പോലെ നേപ്പാളിൽ ഉടലെടുത്ത ആഭ്യന്തര സംഘർഷങ്ങളിലും ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് ഒരു കച്ചവട സാധ്യത മാത്രമാണ്. നേപ്പാളിന് പുറത്ത് ഒരു അഗതിയായി കഴിച്ചുകൂട്ടേണ്ടി വന്ന 3 വർഷം രാജാവിനെ തികഞ്ഞ പരുക്കനായി മാറ്റിക്കഴിഞ്ഞിരുന്നു. തിരിച്ചെത്തിയ റാണ ബഹദൂർ ഷാ ആദ്യം ചെയ്യുന്നത് തൻ്റെ പറക്കമുറ്റാത്ത മകനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കിവിട്ട് അവിടെ കയറിയിരിക്കുകയാണ്. പക്ഷെ അതിൽ മാത്രം അയാളുടെ സാമ്രാജ്യ വ്യാപന ത്വര അടങ്ങി നിന്നില്ല. ഗഡ്വാളും കടന്ന് അങ്ങ് കശ്മീരിലേക്ക് വരെ നേപ്പാൾ സൈന്യം അശ്വമേധം നയിച്ചെത്തി. എന്നാൽ അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് അപാരമായ നിശ്ചയദാർഢ്യമുള്ള ഒരു രാജാവിനെയാണ്. കശ്മീർ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് തൻ്റെ മണ്ണിൽ നിന്ന് 1 ഇഞ്ച് പോലും ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇരുന്നത്. അതിൻ്റെ നേപ്പാളിലെ രാജകൊട്ടാരത്തിലും പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. നേരത്തെ പ്രതാപ് സിംഗ് ഷാ മരിച്ചപ്പോൾ സതി അനുഷ്ഠിക്കാൻ നിർബന്ധിതയായ മൈജു റാണി എന്ന ആളുടെ രണ്ടാം ഭാര്യയ്ക്ക് ഷേർ ബഹാദൂർ എന്നൊരു മകൻ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിന്റെ നടത്തിപ്പ് ജോലികളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ 3 വർഷമായി നിറവേറ്റിയിരുന്നത് ഈ ഷേർ ബഹാദൂർ ആയിരുന്നു. എന്നാൽ വേണ്ടവിധം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് പകരം അയാൾ ചെയ്തത് പൊതുഖജനാവിനെ കട്ടുമുടിക്കുകയാണ്. റാണ ബഹദൂർ തിരികെ വന്ന സാഹചര്യത്തിൽ തൻ്റെ ആ ചെയ്തികളുടെ കള്ളി ഏത് നിമിഷം വേണമെങ്കിലും വെളിച്ചത്ത് വരാമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. 1806 ഏപ്രിൽ 26 നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് ഷേർ ബഹാദൂർ തൻ്റെ അർദ്ധ സഹോദരൻ റാണ ബഹദൂർ ഷായുടെ നെഞ്ഞത്ത് കഠാര കുത്തിയിറക്കി. രാജാവ് സ്വന്തം രാജസദസ്സിൽ വെച്ച് തന്നെ വധിക്കപ്പെട്ടു. എന്നാൽ തുടർന്ന് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഷേർ ബഹാദൂറിന്റെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റായിരുന്നു. രാജാവിന് കുത്തേറ്റ പാടെ ബാൽ നർസിംഗ് കുവർ എന്ന രാജാവിന്റെ വിശ്വസ്തനായിട്ടുള്ള അംഗരക്ഷകൻ കൊലയാളിയെ കടന്നുപിടിച്ച് കഴുത്ത് എരിച്ച് കൊന്നുകളഞ്ഞു. തൊട്ടടുത്ത നിമിഷം തന്നെ ഭീംസെൻ താപ്പ എന്ന രാജാവിന്റെ വിശ്വസ്തനായിട്ടുള്ള അംഗരക്ഷകൻ റോയൽ നേപ്പാളീസ് ഗാർഡിന്റെ ഒരു ദളത്തെയും നയിച്ചുകൊണ്ട് അവിടെ എത്തി. സദസ്സ് രാജ്യദ്രോഹികളാൽ നിറഞ്ഞിരിക്കുകയാണ് എന്നും ഒരാളും ആ കെട്ടിടം വിട്ട് പുറത്തു പോകരുത് എന്നും അയാൾ പറഞ്ഞു. കൊട്ടാരവാതിലുകളും മറ്റ് കവാടങ്ങളുമൊക്കെ കാവൽഭടന്മാർ പൂട്ടി മുദ്ര വെച്ചു. തുടർന്ന് ആ രാജസദസ്സിൽ നടന്നതിനെ കൂട്ടക്കൊല എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ അത് കുറഞ്ഞു പോകും. അക്ഷരാർത്ഥത്തിൽ ഒരു ധനമേധം തന്നെയായിരുന്നു അവിടെ നടന്നത്. അവിടെ ഒരു അവസരം കണ്ട ഭീംസെൻ താപ്പ അത് കൃത്യമായി വിനിയോഗിച്ചു എന്ന് വേണം പറയാൻ. തനിക്കെതിരെ ഒരക്ഷരമെങ്കിലും എതിർത്തു മിണ്ടിയ സകലരെയും അന്നയാൾ അരിഞ്ഞു തള്ളി. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ആ രാജസദസ്സ് ശാന്തമായപ്പോൾ 3 രാജകുടുംബാംഗങ്ങളും 70-ലധികം സമ്പന്ന പ്രഭുക്കളും ആ ദർബാർ ഹാളിനുള്ളിൽ തന്നെ കൊന്നു തള്ളപ്പെട്ട് കഴിഞ്ഞിരുന്നു. നേപ്പാൾ ചരിത്രത്തിലെ ഈ രക്തരൂഷിതമായിട്ടുള്ള അധ്യായം പിന്നീട് അറിയപ്പെടുന്നത് ഭദ്രാക്കൽ കൂട്ടക്കൊല എന്ന പേരിലാണ്. രാജാവിന്റെ കൊലപാതകത്തിൽ പക്ഷേ ആ കോലാഹലങ്ങൾ അവസാനിക്കുന്നില്ല. രാജസദസ്സിൽ വെച്ച് സ്വന്തം അർദ്ധ സഹോദരനായിട്ടുള്ള രാജാവിനെ വധിച്ച ഷേർ ബഹാദൂറിന്റെ പത്നി രാജരാജേശ്വരി ദേവി ഭർത്താവ് കൊല്ലപ്പെട്ട് 2-ാം ദിവസം തന്നെ സതി അനുഷ്ഠിക്കാൻ നിർബന്ധിതയായി. ഷേർ ബഹാദൂറിന്റെ പത്നി മാത്രമല്ല അന്ന് സതിക്ക് നിർബന്ധിക്കപ്പെട്ടത്. അയാളുടെ 15ഓളം മിസ്ട്രസ്സുമാരെയും അവരുടെ വൃത്തിരെയും വരെ അന്ന് നിർബന്ധിച്ച് ഉടന്തടി ചാടിച്ചു. ഒരേ ഒരു ഭാര്യ മാത്രമാണ് അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. 12 വയസ്സുകാരിയായിട്ടുള്ള ത്രിപുര സുന്ദരിക്ക് അന്ന് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അവർ ഭീംസെൻ താപ്പയുടെ ബന്ധുവായിരുന്നു എന്നൊരൊറ്റ കാരണത്താൽ മാത്രമാണ്. എന്തായാലും ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അന്ന് 9 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗിർവാൻ യുദ്ധ എന്ന രാജാവിന്റെ റീജന്റ് റാണിയായി ഈ 12കാരി ത്രിപുര സുന്ദരി അവരോധിക്കപ്പെടുന്നു. ഗിർവാൻ യുദ്ധയ്ക്കും ത്രിപുര സുന്ദരിക്കും സത്യത്തിൽ പ്രജകൾക്ക് കാണാൻ വേണ്ടി മാത്രമുള്ള രാജാധികാര സ്ഥാനങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ഭരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഭീംസെൻ താപ്പ നേരിട്ടായിരുന്നു. മന്ത്രി മുഖ്യനും പടത്തലവനും അദ്ദേഹം തന്നെയായിരുന്നു. വരും മാസങ്ങളിൽ ഭീംസെൻ താപ്പയുടെ ഉരുക്കുമുഷ്ടി നേപ്പാളിലെ ഭരണത്തിനുമേൽ കൂടുതൽ മുറുകി വന്നു. കേവലം ചാരവൃത്തി ആരോപണങ്ങൾ പോലും യാതൊരു വിചാരണയും കൂടാതെയുള്ള കഴിവേറ്റങ്ങൾക്ക് കാരണമായി. താപ്പയ്ക്ക് അപ്രിയമുണ്ടാക്കുന്ന ഒരാളുടെയും ജീവന് അന്ന് നേപ്പാളിൽ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. ഭീംസെൻ താപ്പയുടെ ഉരുക്കുമുഷ്ടി ഭരണകാലത്ത് നേപ്പാളിന്റെ അതിർത്തികളും വിസ്തൃതമായി. സത്ലജ് നദി മുതൽ തീസ്ത നദി വരെ അത് പരന്നു കടന്നു. ഈ അസാധാരണമായ സാമ്രാജ്യ വ്യാപനം അന്ന് ഇന്ത്യയിൽ പിടിമുറുക്കാൻ തുടങ്ങിയിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തെ, വിശേഷിച്ച് ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവിനെ അസ്വസ്ഥനാക്കുന്നു. ഗൂർഖകളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ബ്രിട്ടീഷ് ഇന്ത്യയിലേക്കും കടന്നു കയറുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. ബ്രിട്ടീഷുകാർ ഔദല നവാബിൽ നിന്ന് ഗോരഖ്പൂർ സ്വന്തമാക്കിയതോടെ നേപ്പാളിലും ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയിൽ അസ്വാരസ്യങ്ങളും വർദ്ധിച്ചു വന്നു. അങ്ങനെ മാപ്പിൽ വരച്ച അതിർത്തി രേഖകളൊന്നും തന്നെ അംഗീകരിച്ച് ശീലിച്ചിട്ടില്ലാത്ത ഗൂർഖകൾ ഇടയ്ക്കിടെ ബ്രിട്ടീഷ് അധീന ഗോരഖ്പൂരിലേക്ക് കടന്നുകയറ്റങ്ങളും നടത്തി.
അവിടങ്ങളിൽ വിന്യസിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സൈനിക ദളങ്ങളുമായി അവർ കോർക്കുന്നത് പതിവായി. 1814 അങ്ങനെ ഒടുവിൽ ആദ്യത്തെ ആംഗ്ലോ നേപ്പാൾ യുദ്ധമുണ്ടായി. ഗൂർഖകൾ തുടക്കത്തിൽ തങ്ങൾക്ക് പരിചിതമായിരുന്ന മലനിരകളിൽ നടന്ന പോരാട്ടങ്ങളിൽ അസാമാന്യമായ വീര്യം തന്നെ പ്രകടിപ്പിച്ചു. എന്നാൽ ആയുധബലത്തിൽ ബ്രിട്ടീഷുകാരെക്കാൾ ഏറെ പിന്നിലായിരുന്ന അവർക്ക് മേജർ ജനറൽ റോളോ ഗില്ലസ്പി, കേണൽ ഡേവിഡ് ഒക്ടലോണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ആർട്ടിലറി ഇൻഫൻട്രി സേനകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. നാലാപ്പാനി കോട്ടയടക്കം പലയിടങ്ങളിലും ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെ നടത്തിയെങ്കിലും അധികം വൈകാതെ ഭീംസെൻ താപ്പയുടെ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. ആ യുദ്ധം അവസാനിക്കുന്നത് നേപ്പാളിന് കനത്ത മാനഹാനി സമ്മാനിച്ചുകൊണ്ടാണ്. കുമയൂണും ഗഡ്വാളും അടക്കമുള്ള രാജ്യത്തിന്റെ പാതിയിലേറെ ഭാഗവും ബ്രിട്ടീഷ് ഇന്ത്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സുഗോലി ഉടമ്പടി എന്ന പേരിൽ തികച്ചും ഏകപക്ഷീയമായൊരു സമാധാന കരാറിലും നേപ്പാളിന് അന്ന് ഒപ്പിടേണ്ടി വരുന്നു. കാഠ്മണ്ഡുവിൽ സ്ഥിരമായി ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ വെക്കാനും കരാർ പ്രകാരം നേപ്പാൾ നിർബന്ധിതമായി. എഡ്വേർഡ് ഗാർഡനർ അങ്ങനെ നേപ്പാളിന്റെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റായിട്ട് നിയമിതനാവുകയും ചെയ്തു. യുദ്ധത്തിലേറ്റ കനത്ത തോൽവി ഭീംസെൻ താപ്പയുടെ ശക്തി ക്ഷയിപ്പിക്കുന്നു. കൊട്ടാരത്തിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇല്ലാതാകുന്നു. റെസിഡന്റ് സാഹിബ് വഴി ബ്രിട്ടീഷ് ഭരണകൂടവും താപ്പയെ പരമാവധി താഴ്ത്തിക്കെട്ടാനും പരിശ്രമിക്കുന്നു. ഈ അവസരം നോക്കി അപ്പോഴേക്കും വയസ്സ് 17 തികഞ്ഞിരുന്ന ഗിർവാൻ യുദ്ധരാജാവ് സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. തന്റെ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. അത് ഒരുവിധം വിജയിച്ചു വന്നപ്പോഴാണ് വിധിയുടെ ഇടപെടൽ വീണ്ടും ഉണ്ടാവുന്നത്. തന്റെ പൂർവികർക്കുണ്ടായിരുന്ന ബസൂരി ശാപം ഗിർവാൻ യുദ്ധയെയും വന്നു പിടികൂടി. അകാലത്തിൽ ബസൂരി അയാളുടെ പ്രാണനും അപഹരിച്ചു. ഗിർവാൻ യുദ്ധ രാജാവ് മരിച്ചുപോയപ്പോൾ അനന്തരാവകാശിയായി അവരോധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ 3 വയസ്സുള്ള മകൻ രാജേന്ദ്ര ബിക്രം ഷായാണ്. വീണ്ടും നേപ്പാൾ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഒരു പ്രായപൂർത്തിയാവാത്ത യുവരാജാവ് രാജാവായി കയറിയിരിക്കുന്നു. വീണ്ടും റീജന്റ് ഭരണത്തിലേക്ക് ആ രാജ്യം പോവുകയും ചെയ്തു. ഇത്തവണയും റീജന്റ് റാണിയായി അവരോധിക്കപ്പെടുന്നത് ത്രിപുരസുന്ദരി റാണി തന്നെയാണ്. ആ നിയമനത്തിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ഭരണം വീണ്ടും ത്രിപുരസുന്ദരി റാണിയുടെ വിശ്വസ്തനായിട്ടുള്ള ഭീംസെൻ താപ്പയുടെ കൈകളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന്. സിംഹാസനത്തിന്റെ അനന്തരാവകാശി രാജേന്ദ്ര ബിക്രം ഷാ വളർന്നു വന്നതും ഭീംസെൻ താപ്പയുടെ ശിക്ഷണത്തിൽ തന്നെയാണ്. അദ്ദേഹം മുമ്പ് തന്റെ അരികിലെത്തിയ രാജകുമാരന്മാരോട് എന്ത് സമീപനമാണോ വെച്ചു പുലർത്തിയിരുന്നത് അതുതന്നെ രാജേന്ദ്രയോടും സ്വീകരിക്കുന്നു. ഹനുമാൻ ടോക്ക കൊട്ടാരത്തിൽ പുറം ലോകത്തു നിന്നൊക്കെ ദൂരെ ഏറെ രഹസ്യമായിട്ടാണ് അവൻ വളർന്നു വന്നത്. അവിടെ എത്രത്തോളം ലാളിച്ചു വളർത്താമോ അത്രത്തോളം ലാളിച്ച് വഷളാക്കിയാണ് ഈ യുവരാജാവിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ യുവരാജക്കന്മാർ സ്വാഭാവികമായിട്ട് ആർജിച്ചെടുക്കുന്ന ആയുധ മികവോ അംഗബലമോ ഒന്നും രാജേന്ദ്രയ്ക്ക് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടു നിന്ന റെസിഡന്റ് സാഹിബ് പോലും എന്ന് പറയുന്നത് രാജകുമാരന് ശാരീരിക ബലമോ മനക്കരുത്തോ ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ള പോലെയാണ് ഇവിടെ ആളെ വളർത്തുന്നത് എന്നാണ്. 1832 ത്രിപുരസുന്ദരി റാണി മരണപ്പെട്ടതോടെ ഭീംസെൻ താപ്പയുടെ ഭരണത്തിലെ പിടിയും അയഞ്ഞു പോകുന്നു. രാജേന്ദ്രയ്ക്ക് പ്രായപൂർത്തിയാവുന്ന സമയമായപ്പോഴേക്കും രാജ്യത്തിന്റെ അധികാരി ആര് എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വന്നു. രാജാവിന്റെ മൂത്തപുത്രൻ അടുത്ത രാജാവ് എന്ന പതിവ് രാജേന്ദ്രയുടെ അച്ഛനെ സിംഹാസനത്തിൽ കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ തെറ്റിച്ചിരുന്നതുകൊണ്ട് അനന്തരാവകാശി ആര് എന്ന ചോദ്യം വന്നപ്പോഴേക്കും രാജേന്ദ്രയുടെ 2 ഭാര്യമാരും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുക്കൾ നീക്കാൻ തുടങ്ങി. മൂത്തറാണി സാമ്രാജ്യ ലക്ഷ്മിക്ക് 2 ആൺമക്കളായിരുന്നു. രാജ്യത്തെ പാണ്ഡ്യകളും ബ്രാഹ്മണ സമൂഹവും അവരുടെ പക്ഷത്തായിരുന്നു. ഇളയറാണിയും ഭീംസെൻ താപ്പയുടെ സംഘത്തിന്റെ സഹായത്തോടെ തന്റെ ആൺമക്കൾക്ക് വേണ്ടി കാര്യമായ വാദഗതികൾ തന്നെ അന്ന് ഉയർത്തുന്നുണ്ട്. ആ രാജസദസ്സിലെ മൂപ്പളമ തർക്കങ്ങൾ പതുക്കെ രാജരക്തത്തിൽ പിറന്നവർ തമ്മിലുള്ള ബദ്ധവൈരത്തിലേക്ക് കാര്യങ്ങളെ നീക്കുന്നു. ഇതിനിടയിൽ കാര്യങ്ങളെ കൂടുതൽ കുഴപ്പിച്ചുകൊണ്ട് സീനിയർ റാണിയുടെ ഇളയ മകൻ അസുഖം മൂർച്ഛിച്ച് മരിച്ചു പോകുന്നു. രോഗം വന്നതും വഷളായതും ആൾ മരിച്ചതുമൊക്കെ വളരെ പെട്ടെന്നായിരുന്നതുകൊണ്ട് സ്വാഭാവികമായും സംശയം കൊട്ടാരം വൈദ്യനിലേക്ക് നീളുന്നു. സത്യം പറയിക്കാൻ വേണ്ടി റാണിയുടെ അനുയായികൾ അയാളെ അതിക്രൂരമായി ഭേദ്യം ചെയ്യുന്നു. അത് താങ്ങാനാവാതെ അയാൾ സത്യം മൊഴിയുന്നു. യുവരാജാവിന്റെ അസുഖത്തിനുള്ള മരുന്നായി താൻ കൊടുത്തത് കൊടും വിഷമായിരുന്നു. ഈ കൃത്യത്തിന്റെ ഉത്തരവാദികൾ ഭീംസെൻ താപ്പയും സംഘവുമാണ് എന്നൊരു ധാരണ അന്ന് പൊതുവെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. കാരണം അപ്പോൾ അങ്ങനെ ഒരു മരണം ഉണ്ടായാൽ അതുകൊണ്ട് ഏറ്റവും ഗുണം കിട്ടുക താപ്പയ്ക്കായിരുന്നു. കൊട്ടാരം വൈദ്യനിൽ നിന്ന് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഭീംസെൻ താപ്പ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. താപ്പ തന്നെയാണ് തന്റെ മകനെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെ മസ്തിഷ്കമെന്ന് സീനിയർ റാണി ഉറപ്പിച്ചു തന്നെ പറയുന്നു. പതിറ്റാണ്ടുകളായി ഉരുക്കുമുഷ്ടി ധരിച്ചുകൊണ്ട് നേപ്പാളിനെ അടക്കിവാണ് ഇതിനേക്കാൾ കൊടിയ ക്രൂരതകൾ നാട്ടിലെ പാവപ്പെട്ടവർ പ്രവർത്തിച്ചിട്ടുള്ള താപ്പ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് ഭൂരിപക്ഷം പേരും അന്ന് അടക്കം പറഞ്ഞു. ഒടുവിൽ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആ വാർദ്ധക്യത്തിൽ ഭീംസെൻ താപ്പയെ തേടിയെത്തി. ചുറ്റും നിന്ന് സകലരും കൊലയാളിയെന്നും ഗൂഢാലോചനക്കാരൻ എന്നുമൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ സീനിയർ റാണിയുടെ കോപത്തിന് പാത്രമായ സ്ഥിതിക്ക് ഇനി കഴിവേറ്റം തന്നെ എന്ന് ഉറപ്പായ ആ സാഹചര്യത്തിൽ അഭിമാനിയായ ഭീംസെൻ താപ്പ തന്നെ തേടി ആളെത്തും മുമ്പ് തന്നെ ആത്മാഹുതി വരിച്ചു. അടുത്ത പ്രതിസന്ധിക്ക് മുമ്പ് ശാന്തിയുടെ ഏതാനും വർഷങ്ങളുടെ ഇടവേളയുണ്ടായിരുന്നു നേപ്പാളിൽ. 1846 സെപ്റ്റംബർ 15 അതും മുറിഞ്ഞു പോന്നു.
അന്ന് സംഭവിച്ച കോത്ത് കൂട്ടക്കൊല നേപ്പാളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും രക്തരൂഷിതമായ ഒരു സംഭവമാണ്. ചരിത്രത്തിൽ അതേപ്പറ്റിയുള്ള കുതൂഹലം ഏറിയിരിക്കാൻ കാരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മാത്രമല്ല, ആ കൊലകൾക്ക് പിന്നിൽ അരങ്ങേറിയിട്ടുള്ള വൻ ചതികളും വഞ്ചനകളും ഗൂഢാലോചനകളുമാണ്. അതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇനി പറയും പ്രകാരമാണ്. സീനിയർ റാണി സാമ്രാജ്യലക്ഷ്മി ബനാറസിലേക്കുള്ള തീർത്ഥാടന മധ്യേ പിടിപെട്ട മലേറിയ മൂർച്ഛിച്ച് മരിച്ചു പോകുന്നു. അതിനു പിന്നാലെ അവരുടെ മകൻ സുരേന്ദ്ര അടുത്ത രാജാവായി അവരോധിക്കപ്പെടുന്നു. എന്നാൽ സുരേന്ദ്ര മൈനർ ആയിരുന്നതുകൊണ്ട് സാമ്രാജ്യലക്ഷ്മിയുടെ അനുജത്തി ഇളയറാണി രാജ്യലക്ഷ്മിക്കായി റീജന്റ് മഹാറാണി എന്ന നിലയ്ക്ക് ഭരണത്തിന് ചുക്കാൻ പിടിക്കാനുള്ള നിയോഗം. അവർക്ക് പക്ഷേ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലായി. നിലവിലെ മന്ത്രിമുഖ്യൻ മത്ബർ സിംഗ് ഥാപ്പ കുറുകെ നിന്നാൽ തൻ്റെ മകൻ ഒരിക്കലും നേപ്പാളിന്റെ സിംഹാസനത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. രാജ്യലക്ഷ്മി റാണിയുടെ മകൻ നേപ്പാളിലെ രാജാവാകണമെന്നുണ്ടെങ്കിൽ മത്ബർ സിംഗ് ഥാപ്പ കളമൊഴിഞ്ഞേ പറ്റൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. റാണി ഈ ആവശ്യം തൻ്റെ ഭർത്താവ് രാജേന്ദ്രയെ അറിയിച്ചുവെങ്കിലും അദ്ദേഹം അതിനുവേണ്ടി ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും റാണി രാജ്യലക്ഷ്മി ഈ ആവശ്യവുമായി തൻ്റെ അനുചരരിൽ പ്രധാനിയായിട്ടുള്ള ജംഗ് ബഹാദൂർ കുവറിനെ സമീപിക്കുന്നു. ഈ മത്ബർ സിംഗ് ഥാപ്പയുടെ മരുമകനായിരുന്നു ഇയാളെങ്കിലും റാണിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയും ഇയാൾക്കില്ലായിരുന്നു. മുമ്പ് ഷേർബഹാദൂർ രാജാവിനെ വെറും കൈകൾ കൊണ്ട് കഴുത്തിയരിച്ച് കൊന്നുകളഞ്ഞ ബാൽ നർസിംഗ് കുവർ എന്ന കാസിയുടെ മകനായിരുന്നു ഈ ജംഗ് ബഹാദൂർ കുവർ. റാണിയുടെ നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറാവുന്ന ജംഗ് ബഹാദൂർ നേരെ ചെന്ന് തൻ്റെ അമ്മാവനെ വധിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുഴുകുന്നു. അതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ഈ റാണി രാജ്യലക്ഷ്മിക്ക് ഗഗൻ സിംഗ് എന്ന രാജേന്ദ്ര രാജാവിൻ്റെ ദർബാറിലെ തന്നെയുള്ളൊരു മന്ത്രിയുമായിട്ട് ഒരു അവിഹിത ബന്ധം നിലവിലുണ്ടായിരുന്നു. ഈ രഹസ്യം എങ്ങനെയോ രാജേന്ദ്രയുടെ കാതിലെത്തുന്നു. വിവരം അറിഞ്ഞപാടെ രാജാവ് ഉത്തരവിടുന്നത് ഗഗൻ സിംഗിന്റെ തലയെടുക്കാനാണ്. ആ പണി അന്ന് ഏൽപ്പിക്കപ്പെട്ടത് ജംഗ് ബഹാദൂർ കുവറിന്റെ സഹോദരന്മാരെയാണ്. അവരാണെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. തന്റെ കാമുകൻ വധിക്കപ്പെട്ട വിവരമറിഞ്ഞ് ക്ഷുഭിതയാകുന്ന റാണി രാജ്യലക്ഷ്മി ജംഗ് ബഹാദൂറിനെയും സഹോദരന്മാരെയും തന്റെ സദസ്സിലേക്ക് വിളിപ്പിക്കുന്നു. ജംഗ് ബഹാദൂറിനോടുള്ള റാണിയുടെ കൽപ്പന ഇപ്രകാരമായിരുന്നു: റാണിയോടും സിംഹാസനത്തോടും കൂറു പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾ സംശയിക്കുന്നവർ, ഗഗൻ സിംഗിന്റെ കൊലപാതകത്തിലോ അതിനുവേണ്ടി നടന്ന ഗൂഢാലോചനയിലോ പങ്കുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുള്ളവർ ആരും തന്നെ ഈ സദസ്സിൽ ഉണ്ടെങ്കിലും ഈ ക്ഷണം അവരെ അരിഞ്ഞു തള്ളിക്കൊള്ളൂ എന്നാണ് റാണി ഉത്തരവിട്ടത്. അന്ന് രാത്രി കോത്തുകൊട്ടാരത്തിന്റെ മുറ്റവും പരിസരവും ചോരയിൽ കുതിർന്നു. സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടായിരുന്ന രാജസദസ്സിലെ 50ഓളം മാന്യരെയാണ് അന്ന് വെട്ടിക്കൊന്നു കളഞ്ഞത്. കൂടാതെ രാജകുടുംബാംഗങ്ങളിൽ ചിലരും എണ്ണമറ്റ സൈനികരും അന്ന് ഇതേ കാരണത്താൽ വധിക്കപ്പെട്ടു. തൻ്റെ മകനെ രാജാവാക്കാൻ വേണ്ടത് ചെയ്തു നൽകും എന്ന പ്രതീക്ഷയിലാണ് റാണി രാജ്യലക്ഷ്മി അന്ന് ജംഗ് ബഹാദൂറിനെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം അസ്ഥാനത്തായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. സത്യത്തിൽ ജംഗ് ബഹാദൂർ നടത്തിയ എല്ലാ പോരാട്ടങ്ങളും ഗൂഢാലോചനകളും എല്ലാ കാലത്തും അവനവന് വേണ്ടി മാത്രമായിരുന്നു. സ്വന്തം അമ്മാവൻ മത്ബർ സിംഗിനെ വധിക്കാൻ അയാൾ കൂട്ടുനിന്നത് പോലും അധികാരം പിടിച്ചെടുക്കാനുള്ള അയാളുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന ജംഗ് ബഹാദൂർ വരും മാസങ്ങളിൽ ഭരണകൂടത്തിലെ തന്നെ ശത്രുക്കളെ ഒന്നൊന്നായി തിരിഞ്ഞുപിടിച്ച് കാലപുരിക്ക് അയക്കുന്നു. പറ്റിയ ഒരു അവസരം കൈവന്നപ്പോൾ അയാൾ അതുവരെ വിശ്വസ്ത വിധേയനായിട്ട് കൂടെ നിന്ന റാണി രാജ്യലക്ഷ്മിക്ക് നേരെയും തിരിയുന്നുണ്ട്. അവരുടെ ദാസികളെ ഒന്നില്ലാതെ വാളിനിരയാക്കുന്ന അയാൾ റാണിയെ ബനാറസിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതയാക്കുന്നു. ഒടുവിൽ അടുത്ത അവകാശി സ്ഥാനത്തിന് പട്ടികയിൽ മുകളിലുണ്ടായിരുന്ന സുരേന്ദ്ര രാജാവാകുന്നു. ബാലനായ സുരേന്ദ്രയ്ക്ക് പിന്നിൽ ഒരു റീജന്റ് റാണി, അവർക്കും പിന്നിൽ ജംഗ് ബഹാദൂർ. സത്യത്തിൽ ജംഗ് ബഹാദൂറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു തോൽപ്പാവ് ഭരണത്തിലേക്ക് നേപ്പാൾ വീണ്ടും വഴുതി വീഴുന്നു. അന്നു തൊട്ട് അങ്ങോട്ട് നേപ്പാൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരട്ട ഭരണത്തിന് കീഴിലായിരുന്നു. ഒരു ഭാഗത്ത് ഷാ കുടുംബത്തിലെ മുതിർന്ന ഒരു പുരുഷ പ്രജ, മറുവശത്ത് യഥാർത്ഥത്തിൽ സമഗ്രാധിപത്യം പുലർത്തിയിരുന്ന ജംഗ് ബഹാദൂർ എന്ന നേപ്പാളിന്റെ ആദ്യത്തെ റാണ പ്രധാനമന്ത്രി. തനിക്ക് ശേഷം തന്റെ അടുത്ത തലമുറകൾക്ക് ഈ പ്രധാനമന്ത്രി സ്ഥാനം റിസർവ് ചെയ്തു വെച്ചു എന്നതാണ് ജംഗ് ബഹാദൂർ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നേട്ടം. ഒരു കാലത്ത് നേപ്പാളിന്റെ മുടിചൂട മന്നന്മാരായിരുന്ന ഷാ ഡൈനാസ്റ്റിയിലെ പുരുഷന്മാർ പോകെ പോകെ വെറും അലങ്കാര പ്രതിമകളായി അധപ്പതിച്ചു. ഭരണം പിന്നീട് അങ്ങോട്ട് പ്രധാനമന്ത്രിമാർ യഥേഷ്ടം നടത്തിപ്പോന്നു. രാജാക്കന്മാരെ ദൈവങ്ങളെ പോലെ കണ്ട് ആരാധിക്കുന്ന നേപ്പാളിന്റെ മണ്ണിൽ റാണമാർക്ക് അങ്ങനെ എളുപ്പത്തിൽ സ്വയം ഭരണാധികാരി ചമഞ്ഞ് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. ജംഗ് ബഹാദൂർ പോലും രാജരക്തവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ക്ഷേത്രീയ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നതുകൊണ്ട് വിശേഷിച്ചും അതൊട്ടും എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് അവർ ആദ്യം ശ്രദ്ധാപൂർവ്വം നടപ്പിലാക്കുന്നത് തങ്ങളുടെ പാരമ്പര്യത്തിന്റെ തന്നെ അവനിർമ്മാണവും രാജസ്ഥാനിലെ രജപുത്ര റാണ പാരമ്പര്യത്തിലേക്ക് നീളുന്ന പുതിയൊരു ജനിയോളജി കെട്ടിപ്പടുക്കലുമാണ്. നിലനിൽപ്പിന് അത്യാവശ്യമുള്ളത് ശക്തമായ സഖ്യങ്ങളാണ് എന്നതും അതിനകം തന്നെ ജംഗ് ബഹാദൂർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രദേശത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നേർക്ക് തന്നെ അയാൾ തന്റെ സൗഹൃദഹസ്തം നീട്ടുന്നു. മേഖലയിലെ ബ്രിട്ടീഷ് താല്പര്യങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നൽകുക,
പ്രത്യുപകാരമായി റാണ രാജഭരണത്തിന് അകമഴിഞ്ഞ പിന്തുണ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഉറപ്പിക്കുക എന്നതായിരുന്നു ജംഗ് ബഹാദൂറിന്റെ തന്ത്രം. അയാളത് സാധിച്ചത് ഗൂർഖകൾ എന്ന നേപ്പാളി പോരാളികളെ ബ്രിട്ടീഷ് സൈന്യത്തിന് നിരുപാധികം വിട്ടു നൽകിക്കൊണ്ടാണ്. തികച്ചും അസാധ്യമെന്ന് തോന്നിയ പല സന്ദർഭങ്ങളിലും കീഴടങ്ങാതെ പിന്തിരിഞ്ഞോടാതെ പോരാടാൻ ഗൂർഖകൾ കാണിച്ച ധൈര്യവും അവരുടെ മൗണ്ടൻ ജംഗിൾ വോർ ടാക്ടിക്സും എല്ലാം ബ്രിട്ടീഷ് ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അന്ന് വല്ലാതെ സ്വാധീനിച്ചു. അവർ തങ്ങളുടെ സൈന്യത്തിലേക്ക് ഗൂർഖകളെ നേരിട്ട് റിക്രൂട്ട് ചെയ്തു തുടങ്ങി. ആദ്യം റോയൽ ബ്രിട്ടീഷ് ആർമിയുടെയും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ കരസേനയുടെയും ഭാഗമായി മാറിയതാണ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ചരിത്രമുള്ള ഗൂർഖ റെജിമെന്റ് എന്ന സൈനിക ദളം. നേപ്പാളിലെ ആ ധീരഭടന്മാർ അന്ന് ഇന്ത്യയിലും ബർമയിലുമൊക്കെ നടന്ന നിരവധി നിർണായക ബ്രിട്ടീഷ് യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിച്ചു. 1857 ശിപായി ലഹള നടന്നപ്പോൾ ഗൂർഖ റെജിമെന്റിന്റെ സഹായം അതിനടിച്ചമർത്താൻ ബ്രിട്ടന് വളരെ ഗുണകരമായി. തുടർന്നു വന്ന 2 ലോക മഹായുദ്ധങ്ങളിലും ഗൂർഖകൾ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെ ബ്രിട്ടീഷ് പക്ഷത്തു നിന്ന് നടത്തി. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം 2 ആയിരുന്നു നേട്ടങ്ങൾ. ഒന്ന്, ലോകത്തിലെ തന്നെ ഏറ്റവും മിടുക്കരായിട്ടുള്ള മൗണ്ടൻ ഫൈറ്റേഴ്സ് ഇപ്പോൾ അവരുടെ പേറോളിലാണ്. 2, വടക്കൻ അതിർത്തി ഇപ്പോൾ ഇവരുടെ മേൽനോട്ടത്തിൽ തികച്ചും സുരക്ഷിതമാണ്. റാണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യം എന്ന പദവി അവരെ ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തു നിന്നുള്ള ആക്രമണ സാധ്യതകളിൽ നിന്നുമൊക്കെ സംരക്ഷിച്ചു നിർത്തി. ഏതാണ്ട് 1 നൂറ്റാണ്ട് കാലത്തോളം പിന്നീട് ഈ സംവിധാനം നേപ്പാളിനെ യാതൊരു മാറ്റവും കൂടാതെ നിലനിർത്തി. ഇക്കാലം അത്രയും റാണ കുടുംബം നേപ്പാളിലെ ജനങ്ങളെ ബ്രിട്ടീഷ് പിന്തുണയുടെയും സൈനിക ശക്തിയുടെയും ബലത്തിൽ പുറം ലോകമായിട്ടുള്ള പ്രജകളുടെ ബന്ധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ വിച്ഛേദിച്ചുകൊണ്ട് അടക്കി ഭരിച്ചു. 1930കളുടെ തുടക്കത്തോടെ പക്ഷേ റാണ ഭരണത്തോടുള്ള അസംതൃപ്തി നേപ്പാളിൽ അതിന്റെ പരകോടിയിലെത്തുന്നു. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ അനിഷേധ്യ നേതൃത്വത്തിൽ കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ അന്ന് നേപ്പാൾ താഴ്വരയിലും പ്രതിധ്വനിക്കുന്നുണ്ട്. വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടുത്തെ ജനാധിപത്യ ഭരണക്രമങ്ങളിൽ പുലരുന്ന രാജ്യങ്ങളിലെ ജീവിത സൗകര്യങ്ങൾ തിരിച്ചറിഞ്ഞ യുവാക്കളിൽ പലരും തിരികെ നേപ്പാളിൽ വന്ന് രാജഭരണത്തിനെതിരെ മുറുമുറുക്കാൻ തുടങ്ങി. 1936 5 നേപ്പാളി യുവാക്കൾ ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നേറ്റമായ നേപ്പാൾ പ്രജാ പരിഷത്തിന് രൂപം നൽകി. അവർക്ക് ജനങ്ങളോട് ആഹ്വാനം ചെയ്യാനുണ്ടായിരുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ്: സാമ്രാജ്യത്വത്തിനെതിരെ ഉണർന്നു പ്രവർത്തിക്കുക, റാണ ഭരണത്തിന് അനീതികൾക്കെതിരെ പ്രതികരിക്കുക. അധികം വൈകാതെ 1938 ശുക്രലാൽ ശാസ്ത്രി അധ്യക്ഷനായി നാഗരിക് അധികാർ സമിതി അഥവാ പൗരാവകാശ സമിതി എന്ന പേരിൽ മറ്റൊരു രാഷ്ട്രീയ മുന്നേറ്റം കൂടി നേപ്പാളിന്റെ മണ്ണിൽ ഉരുവം കൊള്ളുന്നു. 40കളോടെ പ്രജാപരിഷത്ത് പരസ്യമായി തന്നെ റാണ രാജഭരണത്തിനെതിരായിട്ടുള്ള പാംഫ്ലെറ്റുകൾ അടിച്ചു വിതരണം ചെയ്തു തുടങ്ങി. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിധ്വംസക പ്രവർത്തനത്തിനെതിരെ റാണ ഭരണകൂടം പ്രതികരിച്ചത് പക്ഷേ വളരെ ക്രൂരമായിട്ടാണ്. 1941 ശുക്രലാൽ ശാസ്ത്രിയും അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും പിടികൂടി കഴിവേറ്റപ്പെട്ടു. ഭരണകൂടത്തിന്റെ ഈ ഉരുക്കുമുഷ്ടിയും ആൺ ട്വിസ്റ്റിങ്ങും ജനങ്ങളിൽ കടുത്ത അതൃപ്തി തന്നെയാണ് അന്നുണ്ടാക്കുന്നത്. എന്നാലും തൽക്കാലത്തേക്ക് റാണ ഭരണകൂടം അതിനെ അതിജീവിച്ച് പിടിച്ചു നിന്നു. ഭരണകൂടം നടത്തിയ ഉന്മൂലനങ്ങൾ ജനങ്ങളിലെ വിപ്ലവത്വരയ്ക്ക് അന്ത്യം കുറിക്കുകയല്ല ചെയ്തത്, അത് ആ വികാരത്തെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നു. 1947 ജനുവരി 26 വിശ്വേശ്വർ പ്രസാദ് കൊയ്രാള എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മണ്ണിൽ നേപ്പാളി നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ച് നടന്ന ആ നാളുകളിൽ നേപ്പാളിന്റെ മണ്ണിലും പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ വിപ്ലവത്തിന്റെ പാത പിടിച്ചു. തീൻതാര പാഠശാല ഹോസ്റ്റലിൽ വീണ തീപ്പൊരി റാണി പൊഖാരിക്ക് സമീപത്തുള്ള രാജകീയ സംസ്കൃത വിദ്യാലയത്തിലേക്ക് കുറെക്കൂടി വലിയ രീതിയിലുള്ള കലാപങ്ങളുടെ രൂപത്തിൽ പടർന്നു പിടിച്ചു. നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം പഠിക്കാൻ അവസരം കിട്ടിയിരുന്ന സാധാരണക്കാരിൽ പലരും അവിടുത്തെ സിലബസിലുള്ള സംസ്കൃതവും മതഗ്രന്ഥങ്ങളും മാത്രം അഭ്യസിച്ച് എങ്ങും എത്താതെ പോയപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന റാണമാരുടെ മക്കൾ പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗണിതവും ഇംഗ്ലീഷുമൊക്കെ അഭ്യസിച്ച് ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നേടിയിരുന്നത് നേപ്പാളിലെ സാധാരണക്കാരെ അസ്വസ്ഥരാക്കി. 1947 ജൂൺ 1 രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ രാജ്യമെമ്പാടും റാലികൾ നടത്തി. തങ്ങളുടെ കരിക്കുലങ്ങളിൽ ജോഗ്രഫിയും ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് അവർ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പദ്മ ശംഷേറിനോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രി മുഖം തിരിച്ചു എന്ന് കണ്ടപ്പോൾ വിദ്യാർത്ഥികൾ സമരം പ്രഖ്യാപിക്കുന്നു. റാണാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാഠ്മണ്ഡുവിന്റെ തെരുവുകൾ നിറച്ച ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ നേപ്പാളിനെ പ്രകമ്പനം കൊള്ളിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ തുല്യ അവസരങ്ങൾ ഉണ്ടാകണം എന്ന മറ്റൊരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ അന്ന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2 ആഴ്ച ആ പ്രക്ഷോഭങ്ങൾ നീണ്ടുപോയതോടെ ഒരു സന്ധിക്ക് തയ്യാറാവുന്ന റാണ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങൾ മിക്കതും പാഴായി പോകുന്നു. ഒരു വശത്തുകൂടി പ്രധാനമന്ത്രി പദ്മ ശംഷേർ വിദ്യാർത്ഥികളോട് അനുകൂലമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ മറുവശത്ത് ബഹാദൂർ എന്ന ആരെയും അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈനിക മേധാവി മോഹൻ ശംഷേർ സർക്കാരിന്റെ ഉരുക്കുമുഷ്ടി ചുരുട്ടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു.
40ഓളം വിദ്യാർത്ഥി നേതാക്കളെ അന്ന് അവർ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യയിലേക്ക് നാട് കടത്തി. അവർ BP കൊയ്രാളയുടെ നേപ്പാൾ നാഷണൽ കോൺഗ്രസിൽ ചെന്ന് ചേരുകയും ചെയ്തു. നേപ്പാളിൽ അന്നുണ്ടായ വിദ്യാർത്ഥി മൂവ്മെന്റ് തന്നെ ഒടുവിൽ അടിച്ചമർത്തപ്പെട്ടു പോയി എങ്കിലും അന്ന് അവർ വിളിച്ച ജയതു സംസ്കൃതം അഥവാ സംസ്കൃതം വിജയിക്കട്ടെ എന്ന പരിഹാസ മുദ്രാവാക്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നാട്ടിൽ വളരെ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ അപ്പോഴേക്കും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. റാണ രാജാക്കന്മാർക്ക് അധികകാലത്തേക്ക് പിടിച്ചുകെട്ടി വെക്കാൻ പറ്റാത്ത ഒരു വിപ്ലവത്തിന്റെ ബീജം ആ മണ്ണിൽ വീണ് കിളിർത്തു കഴിഞ്ഞിരുന്നു. റാണ രാജവംശത്തിന്റെ സമൂല നാശം ഇനി അധികം അകലെയല്ലായിരുന്നു. ഇങ്ങനെ നാട്ടിൽ പല വിദ്യാർത്ഥി മൂവ്മെന്റുകളും ആരംഭിച്ചപ്പോൾ അതുവരെ റാണ രാജഭരണത്തിന് കീഴിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയുകയായിരുന്ന ഷാ രാജകുടുംബവും അവസരം പാർത്തിരുന്നു. രാജ ത്രിഭുവൻ ബീർ ബിക്രം ഷാദേവ് എന്ന പൃഥ്വിനാരായൺ ഷായുടെ ഇളമുറക്കാരൻ ഈ അണ്ടർഗ്രൗണ്ട് റെസിസ്റ്റന്റ് മൂവ്മെന്റുകളെ അതീവ രഹസ്യമായിട്ടാണെങ്കിലും പിന്തുണച്ചുകൊണ്ടിരുന്നു. നേപ്പാൾ പ്രജാപരിഷത്തിനു വേണ്ട ഫണ്ടിങ് നൽകുന്നതും രാജാവ് തന്നെയാണ് എന്ന് റാണകൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥി മുന്നേറ്റങ്ങളുടെ പ്രവർത്തനങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വന്ന് ജനകീയ പ്രക്ഷോഭങ്ങളുടെ പാത പിടിച്ചപ്പോഴേക്കും ത്രിഭുവൻ ബീർ ബിക്രം ഷാ രാജാവ് വിദ്യാർത്ഥികളോട് തന്റെ മനോഭാവം പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങി. ഇതിനോട് റാണകൾ സ്വാഭാവികമായും തന്നെ ശക്തമായി തിരിച്ചടിച്ചു. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയപ്പോൾ 1950 നവംബറിൽ രാജാ ത്രിഭുവൻ ഇന്ത്യൻ എംബസിക്കുള്ളിൽ അഭയം തേടുന്നു. കുപിതരായ പ്രധാനമന്ത്രി പദ്മ ശംഷേറും ജംഗ് ബഹദൂർ റാണയും സിംഗാദർബാറിൽ ക്യാബിനറ്റിന്റെ ഒരു അടിയന്തര സമ്മേളനം വിളിച്ചുകൂട്ടുന്നു. രാജാവ് ത്രിഭുവൻ ബീർ ബിക്രം ഷായെ ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്ന അവർ അദ്ദേഹത്തിന് 3 വയസ്സുള്ള പേരക്കുഞ്ഞിനെ അടുത്ത രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. ആ കുഞ്ഞിനെ ഒരു തോൽപ്പാവയായി മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ ഭരണത്തിലുള്ള സ്വാധീനം തുടർന്നു പോകാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ റാണമാരുടെ അനിഷേധ്യ ഭരണത്തിന്റെ അന്ത്യം അടുത്തെത്തിയിരുന്നു. 1950 നവംബർ 11 2 ഇന്ത്യൻ വിമാനങ്ങൾ കാഠ്മണ്ഡുവിലെ ഗൗഷർ വിമാനത്താവളത്തിൽ ഇറങ്ങി അധികാരത്തിന്റെ പ്രതീകമായ 3 വയസ്സുകാരൻ ജ്ഞാനേന്ദ്ര രാജാവിനെ ഒഴികെ രാജകുടുംബത്തിലെ ത്രിഭുവൻ അടക്കമുള്ള മറ്റെല്ലാവരെയും അന്ന് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്നു. ദില്ലിയിൽ അവരെ സ്വാഗതം ചെയ്യാൻ വിമാനത്താവളത്തിൽ എത്തിയത് പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു നേരിട്ടാണ്. ലോകം മുഴുവൻ കൊളോണിയൽ ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്ന ആ കാലഘട്ടത്തിൽ നെഹ്റുവിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിന്റെ തുറന്ന പിന്തുണ ഇവർക്ക് രാഷ്ട്രീയ അഭയം മാത്രമല്ല നൽകിയത്, അവർ അത്രയും കാലം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കുള്ള അകമഴിഞ്ഞ പിന്തുണ കൂടിയാണ്. നേപ്പാളിൽ ത്രിഭുവൻ രാജാവിന് ഇങ്ങനെ നാടുവിട്ട് ഓടേണ്ടി വന്നത് അഭൂതപൂർവമായിട്ടുള്ള വൻ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തി. ചരിത്രത്തിൽ ആദ്യമായി റാണ ഭരണകൂടത്തിന് മുർദാബാദ് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അന്ന് തെരുവുകൾ നിറയ്ക്കുന്നു. സ്വാതന്ത്ര്യലബ്ധിക്കുള്ള സാധ്യത മുന്നിൽ കണ്ട നേപ്പാളിലെ യുവാക്കൾക്ക് ആ സമരപാതയിൽ നിന്ന് ഇനി ഒരു തിരിച്ചുപോക്കില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ച് ഈ യുവാക്കളോട് മുട്ടിയിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായതോടെ കമാൻഡർ ഇൻ ചീഫ് മോഹൻ ശംഷേർ അവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. അതിനിടെ നവംബർ 22 നെഹ്റുവിൽ നിന്ന് അതിനിർണായകമായ ഒരു പ്രസ്താവന പുറത്തു വരുന്നു. റാണമാർ അധികാരസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ജ്ഞാനേന്ദ്ര എന്ന 3 വയസ്സുകാരനെ നേപ്പാളിന്റെ രാജാവായി അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നതായിരുന്നു ആ പ്രസ്താവന. അതോടെ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തെ റാണ ഭരണകൂടത്തിന്റെ ക്രെഡിബിലിറ്റി ഇടിഞ്ഞു പോകുന്നു. അതിന്റെ ദോഷം തിരിച്ചറിയുന്ന മോഹൻ ശംഷേർ തന്റെ വിശ്വസ്ത വിധേയരായിട്ടുള്ള സീനിയർ റാണ ഡിപ്ലോമാറ്റുകൾ സർ കൈസർ ശംഷേർ, വിജയ ശംഷേർ എന്നിവരെ ചർച്ചയ്ക്ക് വേണ്ടി ദില്ലിയിലേക്ക് പറഞ്ഞയക്കുന്നു. ദില്ലിയിൽ അതിനു പിന്നാലെ ആസൂത്രണം ചെയ്യപ്പെട്ടത് അന്നോളം നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അപൂർവ ചർച്ചയാണ്. അതിൽ ത്രിഭുവൻ രാജാവ്, പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട നേപ്പാളി നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, റാണ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ എന്നിവർ ഒരുപോലെ പങ്കെടുത്തു. അവിടെ വെച്ച് അവർ കൈക്കൊണ്ട തീരുമാനം ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. രാജാവിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കും. അതിൽ കോൺഗ്രസ് റാണാപക്ഷത്തെ നേതാക്കൾ തുല്യമായിട്ട് അധികാരം പങ്കുവയ്ക്കും. അങ്ങനെ 1951 ഫെബ്രുവരി 15 ചർച്ചയ്ക്ക് ശേഷം വിജയശ്രീ ലാളിതനായി ത്രിഭുവൻ രാജാവും കുടുംബവും അന്നോളം പലായന ജീവിതം നയിക്കുകയായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നേപ്പാളിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങിയെത്തിയ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നേപ്പാളിലെ റാണ ഏകാധിപത്യത്തിന്റെ അപ്രമാദിത്വം അവസാനിച്ചതായും പ്രഖ്യാപിക്കുന്നു. നേപ്പാളിനെ ഒരു പുതിയ ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. 104 വർഷം നീണ്ട റാണ ഭരണത്തിനൊടുവിൽ നേപ്പാളിലെ ജനങ്ങൾക്ക് ആദ്യമായി രാജ്യഭരണത്തിൽ ഒരു വോയിസ് കിട്ടുന്നു. നേപ്പാൾ ഒടുവിൽ ഏറെ നാൾ കഴിഞ്ഞാണെങ്കിലും ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു. ആദ്യത്തെ കുറച്ചുനാൾ മോഹൻ ശംഷേർ തന്നെ ആയിരുന്നു നേപ്പാളിന്റെ പ്രധാനമന്ത്രിയെങ്കിലും അയാൾ അളവറ്റ അധികാരം അനുഭവിച്ചിരുന്ന നാളുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു. നേപ്പാളിന്റെ മണ്ണിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായി. എന്നാൽ 1951 കൊണ്ടുവരപ്പെട്ട പുതിയൊരു നിയമം രാജാക്കന്മാരുടെ അധികാരത്തെ വീണ്ടും ബലപ്പെടുത്തിയതോടെ നേപ്പാളീസ് മൊണാർക്കി വീണ്ടും ശക്തി പ്രാപിച്ചു. എന്നാൽ അതോടൊപ്പം നേപ്പാളിൽ ഒരു സുപ്രീം കോടതിയും നിലവിൽ വന്നു. രാജ്യത്ത് ആദ്യമായി മൗലിക അവകാശങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടു. അങ്ങനെ നേപ്പാളിൽ കാര്യങ്ങൾ ഒരുവിധം നേരായ ദിശയിൽ പോയിക്കൊണ്ടിരിക്കെ 1955 ത്രിഭുവൻ രാജാവ് അവിചാരിതമായി മരണപ്പെട്ടത് ആ മുന്നേറ്റങ്ങൾക്ക് തിരിച്ചടിയായി. ത്രിഭുവന് പിന്നാലെ രാജാവാകുന്ന മകൻ മഹേന്ദ്ര കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന സങ്കല്പത്തിന് തന്നെ എതിരായിരുന്നു. ജനപ്രതിനിധികളുടെ ഇടപെടൽ രാജകുടുംബത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കും എന്ന പക്ഷക്കാരനായിരുന്നു മഹേന്ദ്ര രാജാവ്.
അതുകൊണ്ട് തന്നെ ഏതു വിധേനയും രാജ്യത്തെ ഭരണഘടന തന്നെ ഇല്ലാതാക്കണമെന്നും രാജ്യത്തിലെ ജനാധിപത്യത്തിന് അന്ത്യം കുറിക്കണമെന്നുമായിരുന്നു അയാളുടെ ഉള്ളിലിരിപ്പ്. അതിനിടയ്ക്ക് 1959 നേപ്പാളിന്റെ ഭരണഘടന ഔപചാരികമായി നിലവിൽ വന്നു. രാജ്യത്ത് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. നേപ്പാളിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ജനകീയ നേതാവ് BP കൊയ്രാള രാജ്യത്തിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറുന്നു. ആദ്യത്തെ ഊഴത്തിൽ തന്നെ കൊയ്രാള വിപ്ലവകരമായ ഒരുപാട് നയമാറ്റങ്ങളും കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമം രാജ്യത്തിലെ ഭൂമി ഉടമസ്ഥതയിൽ നിലനിന്നിരുന്ന അസമത്വത്തെ ഇല്ലാതാക്കുന്നു. ജന്മിമാരിൽ നിന്നും ജമീന്ദാർമാരിൽ നിന്നും രാജകുടുംബത്തിൽ നിന്നുമൊക്കെ കൃഷിയോഗ്യമായ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഒന്നായിരുന്നു ഈ നിയമം. അത് അത്രയും നാൾ കാർഷിക അടിമകളായിരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു സുപ്രഭാതത്തിൽ തലചായ്ക്കാൻ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി നൽകി. പുതിയ ഗവൺമെന്റിന്റെ ഈ നയങ്ങൾ നൂറ്റാണ്ടുകളായി നേപ്പാളിലെ രാജകുടുംബം അനുഭവിച്ചു പോന്നിരുന്ന പ്രിവിലേജുകളുടെ കടക്കിൽ കത്തിവെക്കുന്ന ഒന്നായിരുന്നു. നാട്ടിലെ ഭൂസ്വാമിമാരും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പ്രഭുക്കന്മാരും എല്ലാം തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാഴ്ച കൺമുന്നിൽ കണ്ടു. അവർ എൻ ബ്ലോക്കായി ചെന്ന് മഹേന്ദ്ര രാജാവിന്റെ കാതിൽ കുശുകുശുത്തു. റാഡിക്കൽ സോഷ്യലിസം എന്ന കുരിപ്പ് പരമ്പരാഗത നേപ്പാളി സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും ഉണ്ടാക്കുന്ന ചുതിയെക്കുറിച്ചും അവർ പേർത്തും പദം പറഞ്ഞു. അവരുടെ ഈ പരിദേവനങ്ങളിൽ മഹേന്ദ്ര രാജാവ് കണ്ടത് തനിക്കുള്ള അവസരം തന്നെയായിരുന്നു. 1960 ഡിസംബർ 15 മഹേന്ദ്ര രാജാവിൽ നിന്ന് അതിനിർണായകമായ ആ നടപടിയുണ്ടായി. പുതിയ ഭരണഘടനയും ജനാധിപത്യ ഭരണക്രമവും നേപ്പാളിൽ നിലവിൽ വന്ന് വെറും 18 മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ എല്ലാം കടക്കിൽ കത്തിവെക്കപ്പെട്ടു. പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ റദ്ദാക്കപ്പെട്ടു. പാർലമെന്റിനെയും മന്ത്രിസഭയെയും രാജാവ് പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി കൊയ്രാളയെയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരെയും എല്ലാം ഒരുപോലെ കൽത്തുറുങ്കിൽ അടച്ചു. ഇത് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ മഹേന്ദ്ര രാജാവ് രാജ്യത്ത് പുതിയ ഭരണഘടനയും നടപ്പിൽ വരുത്തി. രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന സകലമാന രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുന്ന ഒന്നായിരുന്നു പുതിയ ഭരണഘടന. പകരം രാജാവ് നടപ്പിൽ വരുത്തിയത് ഒരു പഞ്ചായത്ത് സിസ്റ്റമായിരുന്നു. ഈ അധികാര വികേന്ദ്രീകരണം ഒറ്റ നോട്ടത്തിൽ കൂടുതൽ ജനാധിപത്യപരമാകും എന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അത് രാജ്യത്തിന്റെ പരമാധികാരം രാജാവിൽ തന്നെ കേന്ദ്രീകരിച്ചു നിർത്താനുള്ള വെറും തട്ടിപ്പ് മാത്രമായിരുന്നു. മഹേന്ദ്ര രാജാവിന് ഈ പുതിയ ഭരണഘടനയിലെ ഏതു വകുപ്പും എപ്പോൾ വേണമെങ്കിലും യഥേഷ്ടം റദ്ദാക്കാനും ഇഷ്ടംപോലെ പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനും ഒക്കെയുള്ള പരിപൂർണ അധികാരം അന്നുണ്ടായിരുന്നു. 1972 അച്ഛൻ മഹേന്ദ്രയുടെ കാലശേഷം മകൻ ബീരേന്ദ്ര രാജാവ് അധികാരത്തിലെത്തിയതോടെ നേപ്പാളിലെ ജനങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷകൾക്ക് വീണ്ടും അനക്കം വെച്ചു. അച്ഛനിൽ നിന്ന് നേർ വിപരീതമായി മകൻ മാറ്റങ്ങളോട് മുഖം തിരിക്കുന്ന ഒരാളല്ലായിരുന്നു. 1980 ബീരേന്ദ്ര രാജാവ് പഞ്ചായത്ത് സിസ്റ്റം വേണോ അതോ പ്രോപ്പർ ബഹുപാർട്ടി ഡെമോക്രസി വേണോ എന്ന് തീരുമാനിക്കാൻ നേപ്പാളിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഹിതപരിശോധന തന്നെ നടത്തുന്നു. ഈ ഹിതപരിശോധനയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തവരിൽ 55% നിലവിലെ പഞ്ചായത്ത് സിസ്റ്റത്തെ അനുകൂലിക്കുന്നവരായിരുന്നു. ബാക്കി 45% പേര് മാത്രമാണ് ജനാധിപത്യം വേണമെന്ന് അന്ന് വാദിച്ചത്. ഈ ഹിതപരിശോധനയുടെ ഫലം കൂടി വന്നപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പായി: രാജഭരണം തുടരുന്നിടത്തോളം കാലം നേപ്പാളിന്റെ മണ്ണിൽ ജനാധിപത്യം ഉണ്ടാകാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. അങ്ങനെ ആകെ ഒരു നിരാശയുടെ മൂട് നിലനിന്ന 80കളിൽ 2 കൂട്ടർ കൂടി നേപ്പാളിലെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പ്രതിഷേധങ്ങൾക്ക് സായുധ വഴിയേ ഉള്ളൂ മാർഗമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്നു ഒരു കൂട്ടർ. ഗവൺമെന്റ് ഒരു തരത്തിൽ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന നേപ്പാളിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ചെന്ന് അവർ തങ്ങളുടെ പ്രവർത്തനം ശക്തമാക്കി. 80കളുടെ അവസാനത്തോടെ നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു പുനർസംഘാടനം നടന്നു. നേപ്പാളി കോൺഗ്രസ് യുണൈറ്റഡ് ലെഫ്റ്റ് ഫ്രണ്ടുമായി കൈകോർത്തു. അവർ ചേർന്ന് തുടക്കമിട്ട ജന ആന്തോളൻ എന്ന രാഷ്ട്രീയ മുന്നേറ്റം ബഹുപാർട്ടി ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചു. അതിന് പിന്നാലെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള യുവജനങ്ങൾ കലാപത്തിന്റെ പാത പിടിച്ചു. ഭക്തപൂരിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഈ ചോരക്കളി ജനങ്ങളുടെ വാശി വർദ്ധിപ്പിച്ചതേയുള്ളൂ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അന്ന് റൈറ്റ് പോലീസിനെതിരെ പ്രകടനം നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങി. 100 കണക്കിന് പേർ അന്ന് പോലീസ് കസ്റ്റഡിയിലായി. പിന്നാലെ സമരക്കാർ ആഹ്വാനം ചെയ്യുന്ന ദേശീയ പണിമുടക്ക് നേപ്പാളിനെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. 1990കളുടെ തുടക്കത്തിലെ ആഴ്ചകളിൽ ഈ അക്രമ സംഭവങ്ങൾ പരിധി വിട്ട് വർദ്ധിച്ചു. ബീരേന്ദ്ര രാജാവ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, രാജ്യത്തെ ഡെമോക്രസി പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നഗരത്തെ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുന്നവരും പോലീസും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന വെടിവെപ്പുകളിൽ ഇടയ്ക്കിടെ ആൾനാശം ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഈ സമരങ്ങൾ മൊണാർക്കിക്ക് അവഗണിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഗ്രാവിറ്റി ഉള്ളവയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ വലിയൊരു ജനകീയ പ്രക്ഷോഭം ചെലുത്തിയ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ ബീരേന്ദ്ര രാജാവിന് വഴങ്ങേണ്ടി വന്നു. 1990 നിലവിൽ വന്ന പുതിയ ഭരണഘടന സമരക്കാരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റിന് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ കൈമാറുന്ന ഒന്നായിരുന്നു. അങ്ങനെ 30 വർഷത്തിന് ശേഷം നേപ്പാൾ വീണ്ടും ഒരു ജനാധിപത്യ രാജ്യവുമായി മാറി. എന്നാൽ തത്വത്തിൽ ഏറെ മഹത്തരമെന്ന് തോന്നിച്ചിരുന്ന ആ സങ്കല്പം പോലും നടപ്പിൽ വന്നപ്പോൾ പാളിപ്പോകുന്നു. പുതുതായി അധികാരം ഏറ്റെടുത്ത ജനകീയ ഗവൺമെന്റ് അധികം വൈകാതെ അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് മൂക്കും കുത്തി വീഴുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി കുംഭകോണങ്ങൾ ആ മന്ത്രിസഭയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നു.
ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിവർത്തിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കാതെ പോന്നു. 5 വർഷത്തിനിടയിൽ നേപ്പാൾ 9 മന്ത്രിസഭകളുടെ ദുർഭരണങ്ങൾക്ക് പിന്നീട് സാക്ഷ്യം വഹിക്കുന്നു. ജനമനസ്സുകളിൽ അസംതൃപ്തി വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നു. ഈ ജനാധിപത്യ ഭരണക്രമത്തിലെ കെടുകാര്യസ്ഥത അനുവദിച്ചു കൊടുത്ത രാഷ്ട്രീയ ശൂന്യതയിലേക്കാണ് പുഷ്പ കമൽ ദഹൽ അഥവാ പ്രചണ്ഡ എന്ന ജനനേതാവിന്റെ നേതൃത്വത്തിൽ മാവോയിസ്റ്റ് മുന്നേറ്റങ്ങൾ കയറിയിരിക്കുന്നത്. 1996 ഫെബ്രുവരിയിൽ പ്രചണ്ഡയും കൂട്ടരും ചേർന്ന് പീപ്പിൾസ് വാർ അഥവാ ജനകീയ പോരാട്ടം എന്നൊരു പുതിയ മൂവ്മെന്റ് ആരംഭിക്കുന്നു. നാട്ടിലെ പാർലമെന്ററി സംവിധാനത്തെയും രാജഭരണത്തെയും ഒരുപോലെ തൂത്തെറിയാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സായുധ വിഘടനവാദ മുന്നേറ്റമായിരുന്നു അത്. പുറത്ത് തെരുവിൽ നടന്ന ഈ തമ്മിൽ പോരുകൾ സത്യത്തിൽ കൊട്ടാരത്തിന്റെ ചുവരുകൾക്കുള്ളിൽ രാജകുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി നടന്നുകൊണ്ടിരുന്ന തൊഴുത്തിൽ കുത്തുകളുടെയും കുതികാൽ വെട്ടുകളുടെയും ഒക്കെ തന്നെ പ്രതിഫലനമായിരുന്നു. അത് വെളിപ്പെടാൻ പക്ഷേ 2001 ജൂൺ 1 തീയതി ആകേണ്ടി വന്നു എന്ന് മാത്രം. അന്ന് രാത്രിയോടെ നേപ്പാളിന്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലെ ബ്രിട്ടീഷ് എംബസിയിലെ ജീവനക്കാർക്ക് പുറത്തുനിന്ന് തുടർച്ചയായിട്ടുള്ള വെടിയൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ഒന്ന് കേട്ടിട്ടും വിശേഷിച്ചൊരു പ്രതികരണവും അവരിൽ ആരിൽ നിന്നും ഉണ്ടായതുമില്ല. എംബസിയിൽ നിന്ന് 500 വാര മാത്രം അകലെയാണ് ഈ കൊട്ടാരത്തിന്റെ ചുറ്റുമതിൽ. ആ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറപ്പെട്ട വെടിയൊച്ചകൾ ഏറെ നേരം നീണ്ടു നിന്നില്ല. ആ വെടിയൊച്ചകൾ കൊട്ടാര വളപ്പിൽ നിന്നല്ല മറ്റേതെങ്കിലും ദിക്കിൽ നിന്നാണ് കേട്ടിരുന്നതെങ്കിൽ സകലരും പരിഭ്രാന്തരായി പരക്കം പാഞ്ഞനെ. കാരണം അത് ചിലപ്പോൾ വിദേശികളെ ഉന്നം വെച്ചുള്ള ഒരു മാവോയിസ്റ്റ് ആക്രമണമാകാം. അതേസമയം ആ കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ഒരു വെടിശബ്ദം പുറപ്പെടുക എന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പതിവായിരുന്നു. ക്രൗൺ പ്രിൻസ് ദീപേന്ദ്ര ഒരു ഷൂട്ടിംഗ് കമ്പക്കാരനാണ്. കൊട്ടാരത്തിന്റെ വടക്കും കിഴക്കും മതിൽക്കെട്ടുകളോട് ചേർന്ന് തഴച്ചു വളർന്നു കിടക്കുന്ന മുളങ്കാടുകളിൽ നിന്ന് പുറത്തേക്ക് തല നീട്ടുന്ന ജീവികളെ, അത് പൂച്ചയെന്നോ എലിയെന്നോ വവ്വാലെന്നോ കിളികളെന്നോ ഭേദമില്ലാതെ തന്റെ തോക്കുപയോഗിച്ച് വേട്ടയാടുക അയാളുടെ ഒരു വിനോദമായിരുന്നു. 3 മിനിറ്റ് മാത്രം നീണ്ടുവന്ന ആ ഓട്ടോമാറ്റിക് ഗൺഫയർ ബേസ്റ്റുകൾ നേപ്പാൾ എന്ന കുഞ്ഞു രാജ്യത്തെ പിടിച്ചു കുലുക്കാൻ പോന്നത്ര വലിയ ഭൂകമ്പമാണ് ഇളക്കിവിട്ടത്. രാജ്യം ഭരിച്ചിരുന്ന ബീരേന്ദ്ര രാജാവിന്റെ മകനും രാജവംശത്തിന് ഉത്തരാധികാരിയുമായിരുന്ന പ്രിൻസ് ദീപേന്ദ്ര എന്ന 29-കാരനായിരുന്നു അന്ന് അന്തപുരത്തിൽ നിന്ന് ഉയർന്ന ആ വെടിയൊച്ചകൾക്ക് പിന്നിൽ. അന്നേ ദിവസം ഏറെ നേരമായി ഹാഷിഷും പേരറിയാത്ത മറ്റെന്തോ ലഹരി വസ്തുവും കലർന്ന ഒരു മിക്സ് പുകച്ചു വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദീപേന്ദ്ര. കഴിഞ്ഞ കുറെ മാസങ്ങളായി അയാളും അമ്മ മഹാറാണി ഐശ്വര്യയും തമ്മിൽ വൻ കലഹങ്ങൾ നടക്കുകയാണ്. ഒരു ഇന്ത്യൻ രാജകുടുംബത്തിലെ പുത്തൻകൂറ്റുകാരിയും നേപ്പാളിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന്റെ മകളുമായിട്ടുള്ള ദേവയാനി റാണയെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന് ദീപേന്ദ്രയ്ക്കുണ്ട്. എന്നാൽ ദേവയാനിയുടെ ഇന്ത്യൻ പാരമ്പര്യം കാരണം അയാളുടെ അമ്മ ആ വിവാഹത്തെ എതിർക്കുന്നു. പകരം മറ്റൊരു വധുവിനെ മകനു വേണ്ടി കണ്ടെത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസം കാഠ്മണ്ഡുവിലെ നാരായൺ ഹിത്തി പാലസ് കോമ്പൗണ്ടിനുള്ളിലെ ത്രിഭുവൻ സദനിൽ അന്നത്തെ നേപ്പാളീസ് രാജപരമ്പരയിലെ സകലരും ഒരു വിരുന്നിനു വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. മൂക്കറ്റം കുടിച്ച് മതോന്മത്തനായ ദീപേന്ദ്ര അതിനകം തന്നെ പലവട്ടം അതിഥികളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞു. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത ബീരേന്ദ്ര രാജാവ് മകന്റെ ഈ അരാജക പ്രവൃത്തിയിൽ ക്ഷുഭിതനായി അയാളോട് തന്നെ മുറിയിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. ദീപേന്ദ്രയുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള 2 പേരെ അയാളെ സമാധാനിപ്പിച്ച് തിരികെ ഹെഡ്ക്വാർട്ടേഴ്സിലെ മുറിയിലേക്ക് കൊണ്ടുകിടത്താൻ എസ്കോർട്ട് വിടുകയും ചെയ്തു അപ്പോൾ രാജാവ്. എന്നിട്ടും 20 മിനിറ്റിനുള്ളിൽ ദീപേന്ദ്ര തിരികെ വിരുന്നു നടക്കുന്ന ഹാളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. എന്നാൽ നേരത്തെ ധരിച്ചിരുന്ന പാർട്ടി വസ്ത്രങ്ങളല്ലായിരുന്നു അപ്പോൾ അയാളുടെ ദേഹത്ത്. ഫുൾ മിലിറ്ററി കോസ്റ്റ്യൂമിൽ ഒരു ക്യാപ്പ് കൂടി ധരിച്ച് ദീപേന്ദ്ര മടങ്ങിയെത്തിയത് ഒരു ഉസി സബ്മെഷീൻ ഗൺ, ഒരു M16 അസോൾട്ട് റൈഫിൾ, ഒരു കോൾട്ട് പിസ്റ്റൾ എന്നിവ കൊണ്ടാണ്. സീലിംഗിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് കടന്നു വന്ന ദീപേന്ദ്ര ആദ്യത്തെ വെടിപൊട്ടിച്ചത് തന്റെ അച്ഛൻ ബീരേന്ദ്ര രാജാവിന് നേരെ തന്നെയായിരുന്നു. പൃഥ്വിനാരായൺ ഷായുടെ 11ാം തലമുറക്കാരന് അങ്ങനെ അകാലത്തിൽ ഒരു ദുർമരണത്തിന് നിയോഗം. ബീരേന്ദ്ര രാജാവ് കൊല്ലപ്പെട്ടതോടെ കൊട്ടാരത്തിൽ സകലരും പരിഭ്രമിച്ച് പല വഴി ചിതറി ഓടാൻ തുടങ്ങി. ഹാളിലൂടെ തോക്കും പിടിച്ച് നടന്നു നീങ്ങിയ ദീപേന്ദ്ര തികഞ്ഞ കൈയടക്കത്തോടെ അവരിൽ പലരെയും ഒന്നൊന്നായി വെടിവെച്ച് വീഴ്ത്തുന്നു. പൂന്തോട്ടത്തിലെത്തിയപ്പോഴാണ് അമ്മ മഹാറാണി ഐശ്വര്യ മകനോട് മുഖാമുഖം വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചുരുക്കിന്റെ പുറത്ത് അയാൾ അമ്മയ്ക്ക് നേരെ തന്റെ യന്ത്രത്തോക്ക് ചൂണ്ടിയപ്പോൾ രക്ഷിക്കാൻ ഇടയിൽ ചാടി വീണ സഹോദരൻ പ്രിൻസ് നിരഞ്ജനെ ആദ്യം ദീപേന്ദ്ര വെടിയുണ്ടകൾ കൊണ്ട് മൂടി. പിന്നാലെ തന്റെ അമ്മയെയും അയാൾ വെടിവെച്ച് കൊന്നുകളഞ്ഞു. പ്രിൻസ് ദീപേന്ദ്രയുടെ ആ ഭ്രാന്തമായിട്ടുള്ള കൊലവരി ഒന്ന് അടങ്ങിയപ്പോഴേക്കും ആ പാലസ് കോമ്പൗണ്ടിൽ വെടിയേറ്റ് മരിച്ചു കിടന്നത് അയാളുടെ 9 ഉറ്റ ബന്ധുക്കളാണ്. ആ നരഭേദത്തിന് പിന്നാലെ പ്രിൻസ് ദീപേന്ദ്ര സ്വയം വെടിയുതിർത്തുകൊണ്ട് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട അയാൾ 3 ദിവസത്തോളം കോമയിൽ കിടന്ന ശേഷം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പാലസ് മെസക്കർ എന്നും റോയൽ മെസക്കർ എന്നുമൊക്കെ മാധ്യമങ്ങൾ വിളിച്ച ഈ നരഭേദത്തിന് പിന്നാലെ നേപ്പാളിലെ തെരുവുകൾ വീണ്ടും കലാപ കലുഷിതമായി. നഗരത്തിൽ ആഴ്ചകളോളം കർഫ്യൂ നിയന്ത്രണങ്ങളും വന്നു. ഈ കൂട്ടക്കൊലയെക്കുറിച്ച് നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ വരവായി പിന്നാലെ വെടിവെപ്പ് നടന്നതിന്റെ തലേന്ന് കൊട്ടാരത്തിൽ നിന്ന് വളരെ യാദൃച്ഛികമെന്നോണം അപ്രത്യക്ഷനായ ഒരാളുണ്ടായിരുന്നു. അത് ബീരേന്ദ്ര രാജാവിന്റെ അനുജൻ പ്രിൻസ് ജ്ഞാനേന്ദ്രയായിരുന്നു. ബീരേന്ദ്ര രാജാവ് അടക്കം ആ രാജകുടുംബത്തിലെ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹതയോ സാധ്യതയോ ഉണ്ടായിരുന്ന സകലരും ആ ഒരൊറ്റ കൂട്ടക്കൊലയിൽ സീനിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതോടെ അധികാര കസേരയിലേക്കുള്ള വഴി തെളിഞ്ഞത് ജ്ഞാനേന്ദ്രയ്ക്കായിരുന്നു.
അതുതന്നെയാണ് സംശയത്തിന്റെ മുഴുവൻ അയാളിലേക്ക് നീളാനുണ്ടായ പ്രധാന കാരണവും. കൊട്ടാരത്തിലെ ചില അധികാരികളുടെ ഒത്താശയോടെ പ്രിൻസ് ജ്ഞാനേന്ദ്ര ഓർക്കസ്ട്രേറ്റ് ചെയ്തെടുത്തതാണ് നേപ്പാളിലെ കൂട്ടക്കൊല എന്നൊരു ആക്ഷേപം സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉയർന്നു വരികയുണ്ടായി. ബാബ ഗോരഖ്നാഥിന്റെ പഴയ ശാപം ഫലിക്കാൻ ജ്ഞാനേന്ദ്ര നിമിത്തമായി എന്ന് കരുതുന്നവരാണ് നേപ്പാളിലെ സാധാരണക്കാരിൽ പലരും. ഈ സംഭവം നടന്ന് അധികാരത്തിലെത്തിയ ആദ്യത്തെ 4 വർഷക്കാലവും രാജ്യം മാവോയിസ്റ്റ് ഇൻസർജൻസിയിൽപ്പെട്ട് ശക്തശ്വാസം വലിക്കുന്നത് ജ്ഞാനേന്ദ്ര രാജാവ് കയ്യും കെട്ടി നോക്കി നിന്നു. മാവോയിസ്റ്റ് ഭീഷണിയെ ചെറുക്കുന്നതിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ ഒന്നും തന്നെ വിജയിക്കുന്നില്ല. രാജ്യത്തിന്റെ അധികാരം തന്റെ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോവുകയാണോ എന്ന സംശയം കനത്തപ്പോൾ തന്റെ പൂർവികരുടെ വഴി പിന്തുടർന്നുകൊണ്ട് ജ്ഞാനേന്ദ്രയും ഭരണഘടന റദ്ദാക്കി. രാജ്യത്തിന്റെ പരമാധികാരം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചു. മാവോയിസ്റ്റുകളെ ഒതുക്കാൻ ഇങ്ങനെ ചില അടിയന്തര നടപടികൾ കൂടിയേ തീരുവെന്ന് വരുത്താൻ ജ്ഞാനേന്ദ്ര ശ്രമിച്ചുവെങ്കിലും അതും ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. 2006 ഏപ്രിൽ രാജ്യത്തെ 7 പാർട്ടികൾ മാവോയിസ്റ്റുകളുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിൽ എത്തിച്ചേരുന്നു. നേപ്പാളിന്റെ ചരിത്രത്തിൽ തന്നെ രാജ്യഭരണത്തിനെതിരായി സംഭവിച്ച അത്യപൂർവമായ മറ്റൊരു സഖ്യമായിരുന്നു അത്. ഈ സഖ്യം രാജഭരണത്തിനെതിരായി തുടർന്നു നടത്തിയ തുടർച്ചയായ സമരങ്ങളും പ്രകടനങ്ങളും നേപ്പാളിന്റെ ചരിത്രത്തിൽ 2ാം ജൻ ആന്തോളൻ എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ടു. പ്രതിപക്ഷ സമരത്തിന്റെ ശക്തിക്ക് മുന്നിൽ പ്രിൻസ് ജ്ഞാനേന്ദ്ര തോൽവി സമ്മതിക്കുന്നതിന് മുമ്പ് ആ സമരത്തിന്റെ പോരാട്ട ജ്വാലയിൽപ്പെട്ട് 23 സമരക്കാരുടെ ജീവൻ പൊലിയുന്നുണ്ട്. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത ആ സാഹചര്യത്തിൽ അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് പിന്മാറുകയല്ലാതെ രാജാവിന് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ഒടുവിൽ 2006 ജനുവരി 21 ജ്ഞാനേന്ദ്ര അധികാരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് കൈമാറാൻ താൻ ഒരുക്കമാണ് എന്ന് അറിയിക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഗിരിജ പ്രസാദ് കൊയ്രാളയായിരുന്നു. നേപ്പാളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടെത്തിയ പ്രധാനമന്ത്രി BP കൊയ്രാളയുടെ സഹോദരനായിരുന്നു ഗിരിജ പ്രസാദ്. ജ്ഞാനേന്ദ്ര രാജാവ് പവർ സ്ട്രക്ചറിന്റെ ഭാഗമായി ഇരിക്കുന്നിടത്തോളം കാലം നേപ്പാളിലെ ജനാധിപത്യത്തിന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ അപകടം തൂങ്ങിക്കിടപ്പുണ്ടാകും എന്നായിരുന്നു ഗിരിജ പ്രസാദ് കൊയ്രാളയുടെയും അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിൽ തുടർന്ന് നടന്ന ചില ഗൂഢനീക്കങ്ങൾക്കൊടുവിൽ 2006 ജൂൺ 10 പാർലമെന്റ് കൂടി ജ്ഞാനേന്ദ്ര രാജാവിൽ നിന്ന് അയാളിൽ അവശേഷിച്ചിരുന്ന സമസ്ത അധികാരങ്ങളും പിടിച്ചു വാങ്ങുന്നു. അതോടെ അന്ത്യമാകുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട കിങ് ഇൻ ദ പാർലമെന്റ് എന്ന ഭരണസങ്കല്പത്തിനാണ്. അതിനുശേഷം ജ്ഞാനേന്ദ്ര എന്നത് യാതൊരുവിധ അധികാരവുമില്ലാത്ത രാജവംശത്തിന്റെ കേവലം ഒരു പ്രതിനിധി മാത്രമായി മാറി. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ നേപ്പാൾ 2 ഭരണഘടനകൾ കൂടി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. 2008 ആദ്യത്തേതും 2015 രണ്ടാമത്തേതും നിലവിൽ വന്നു. രാജഭരണം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ടും ഒന്നിനു പിന്നാലെ ഒന്നായി മന്ത്രിസഭകൾ വന്നും പോയി വരുന്നു. 2 പതിറ്റാണ്ട് കാലത്തിനുള്ളിൽ നേപ്പാളിനെ ഭരിച്ചത് 15 പ്രധാനമന്ത്രിമാരും അവരുടെ ക്യാബിനറ്റുകളുമാണ്. ഇങ്ങനെ നേപ്പാൾ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം പലതവണയായി നടന്നിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് സെപ്റ്റംബർ 8 ആരംഭിച്ച ജൻസി പ്രക്ഷോഭം. ഏറെ ഫലപ്രദമായി ഏകോപിപ്പിച്ച് നടത്തിയ ഈ സമരത്തിന് മുന്നോടിയായി നേപ്പാളിലെ സോഷ്യൽ മീഡിയയിൽ എങ്ങും വ്യാപകമായി പ്രചരിച്ച ഒരു ചിത്രമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആരോ പങ്കുവച്ച ഈ ഒരു ചിത്രമാണ് സത്യത്തിൽ നേപ്പാളിലെ ജൻസി കുട്ടികളെ തെരുവിലേക്കിറങ്ങാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് എന്ന് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പയ്യന്റെ പേര് സൗഗത് താപ്പ എന്നാണ്. കോൺഗ്രസ് മന്ത്രി ബിന്ദു കുമാർ താപ്പയുടെ മകനാണ് സൗഗത്. അയാൾ പോസ്റ്റ് ചെയ്ത ഈ ചിത്രത്തിൽ ഗിഫ്റ്റ് ബോക്സുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് കാണാനാകും. സാധാരണഗതിക്ക് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീകളും ഇതുപോലെ സമ്മാന ബോക്സുകൾ കൊണ്ട് സൂചനാത്മകമായിട്ടാണെങ്കിലും അലങ്കരിച്ച് കാണാറുണ്ട്. എന്നാൽ ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ലൂയി വുട്ടോൺ, കാർട്ടിയർ, ഗുച്ചി എന്നിങ്ങനെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ചില ബ്രാൻഡ് നെയിമുകൾ നമുക്ക് കാണാം. ഏതാണ്ട് 25 ലക്ഷം രൂപയാണ് ഇതിനെല്ലാം കൂടി ഏറ്റവും ചുരുങ്ങിയ മതിപ്പുവില. നേപ്പാൾ എന്ന രാജ്യത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സകല സാമ്പത്തിക അസമത്വങ്ങളുടെയും ഒരു സിമ്പലായി ഈ ക്രിസ്മസ് ട്രീ മാറി. ചിത്രം പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് വൈറലായി. അധികം വൈകാതെ മറ്റൊരു ചിത്രം കൂടി പോസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് ശൃംഖല കാട്ടിവാട എന്നായിരുന്നു. മുൻ മിസ് നേപ്പാളാണ് ഈ പെൺകുട്ടി. ചിത്രം വൈറലാകുമ്പോൾ ഒലി മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അവളുടെ അച്ഛൻ ബിരോദ് കാട്ടിവാട. പോഷ് ഹോട്ടലുകളിൽ നടക്കുന്ന പാർട്ടികളും നൈറ്റ് ക്ലബിലെ ചിത്രങ്ങളും വിദേശയാത്രകളുടെ ഫോട്ടോസും കൊണ്ട് നിറഞ്ഞതാണ് ശൃംഖലയുടെ സോഷ്യൽ മീഡിയ ടൈം ലൈൻ. എങ്കിലും പൊതുജനക്ഷോഭം ഇവർക്കെതിരെ തിരിയുന്നത് ഇവർ ഭർത്താവിനൊപ്പം നടത്തിയ ഒരു യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ്. നേപ്പാളിൽ ഷെയ്ഖ് പോക്സുന്ദർ തടാകം എന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. മല കയറി കിലോമീറ്ററുകൾ നടന്നാൽ മാത്രമേ സാധാരണഗതിക്ക് ഈ സ്ഥലത്ത് എത്താനാവൂ. മറ്റൊരു യാത്രാമാർഗവും കൊമേഴ്ഷ്യലി ഇവിടേക്ക് വരാൻ ലഭ്യമല്ല. ട്രക്ക് ചെയ്യാനുള്ള മടി കൊണ്ട് ശൃംഖലയും ഭർത്താവും വന്ന് ചെയ്യുന്നത് സൈനിക ഹെലികോപ്റ്ററിൽ നേരെ ചെന്ന് ഹോട്ടലിന്റെ അടുത്ത് ലാൻഡ് ചെയ്യുകയാണ്. ഈ ഒരു സോർട്ടിക്ക് അവർ ആർമിക്ക് കനത്തൊരു തുക തന്നെ പ്രതിഫലമായി നൽകി കാണുമെങ്കിലും മന്ത്രിപുത്രി തന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് സൈനിക ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങിയതല്ല സത്യത്തിൽ യുവജനങ്ങളെ രോഷാകുലരാക്കിയത്. മറിച്ച് യാതൊരു ഉളുപ്പും കൂടാതെ താൻ അങ്ങനെ ഒരു പ്രിവിലേജ് എടുത്തിട്ടുണ്ട് എന്ന കാര്യം പരസ്യമായി തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർ പ്രദർശിപ്പിച്ചതാണ്. ഈ പോസ്റ്റ് കൂടി വന്നതോടെ ഇൻസ്റ്റഗ്രാം ഇളകി മറിഞ്ഞു.
കമന്റുകളും ഹാഷ്ടാഗുകളും ചർച്ചകളുടെ കുത്തൊഴുക്കുണ്ടാക്കി. അധികം വൈകാതെ തന്നെ ഇൻസ്റ്റയിൽ പുതിയൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുന്നു. അൺഫോളോ നെപ്പോ കിഡ്സ്, അൺഫോളോ കറപ്ഷൻ. ഒന്നോ രണ്ടോ പ്രിവിലേജ്ഡ് നെപ്പോ കിഡുകൾ തങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഫ്ലാഷ് ചെയ്യുന്നത് മാത്രമല്ലായിരുന്നു ഇവരുടെ വിഷയം. അത് തന്നെയാണ് നേപ്പാളിലെ സമ്പന്നവർഗത്തിന്റെ ആകമാനമുള്ള പാറ്റേൺ എന്നതായിരുന്നു യഥാർത്ഥ പ്രശ്നം. ഒരിക്കൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സായുധ വിപ്ലവത്തിന്റെ വഴി പിടിച്ച് സ്വജീവൻ അപകടത്തിലാക്കി പോരാടി എന്ന് അവകാശപ്പെടുന്ന പ്രചണ്ഡയുടെ കുടുംബത്തിന് പോലും ഈ നെപ്പോക്കഡ് ആരോപണത്തിൽ നിന്ന് ഒഴിവ് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ചെറുമക്കളുടെ ഇൻസ്റ്റാ ഹാൻഡിലുകളും ഓഡിറ്റ് ചെയ്യപ്പെട്ടു, വിമർശിക്കപ്പെട്ടു. സാധാരണക്കാരായ നേപ്പാളി പൗരന്മാർ പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്ന് ഉഴലുമ്പോൾ ഭരണാധികാരികളുടെ മക്കൾ വലിയ തുക മുടക്കി വിദേശത്ത് പഠിക്കാൻ പോകുന്നു, ഒരു നേരത്തെ പാർട്ടിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നു. ഇതെല്ലാം രാജ്യത്തോടുള്ള വഞ്ചനയായിട്ടാണ് ജൻസി കുട്ടികൾക്ക് അനുഭവപ്പെട്ടത്. ഈ സമരങ്ങളോടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണം പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി. ജനങ്ങളോട് സമ്മതിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം പ്രധാനമന്ത്രി ഒലി ചെയ്തത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വഴി സോഷ്യൽ മീഡിയ ചട്ടങ്ങൾ കർശനമാക്കിക്കൊണ്ട് ഉത്തരവിടുകയാണ്. ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്നും ഗവൺമെന്റിന്റെ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി മാത്രമേ ഇനി രാജ്യത്ത് പ്രവർത്തിക്കാനാവൂ എന്നും നേപ്പാളീസ് ഗവൺമെന്റ് ശഠിച്ചു. ടിക്ടോക്ക് അതിനോട് യോജിച്ചുവെങ്കിലും യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ അതിന് തയ്യാറായില്ല. ഓഗസ്റ്റ് 27 അവർക്ക് ഒരാഴ്ചത്തെ ഒരു അന്ത്യശാസനം കിട്ടുന്നു. സെപ്റ്റംബർ 3 ബാൻ നിലവിൽ വരികയും ചെയ്യുന്നു. ജൻസിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയിരുന്നു ഈ ബാൻ. അധികാരികൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വേഗത്തിൽ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന്റെ സ്ക്രീൻഷോട്ടുകൾ വൈറലായി പ്രചരിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ മാസ് പ്രൊട്ടസ്റ്റുകൾക്കുള്ള പ്ലാനുകളുമായി മുന്നോട്ട് വന്നു. ഹാമി നേപ്പാൾ എന്ന ഒരു NGOയുടെ നടത്തിപ്പുകാരനായ സുഡാൻ ഗുരുങ് എന്നൊരു യുവാവുണ്ട്. 2015 നേപ്പാളിലുണ്ടായ ഭൂകമ്പത്തിന് ശേഷം നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ പേരിൽ നേപ്പാളിൽ ഏറെ ജനപ്രിയനായിരുന്ന ഗുരുങ് ഈ സമരങ്ങളുടെ നെടുനായകത്വം ഏറ്റെടുക്കുന്നു. ടെലഗ്രാം, ഡിസ്കോഡ് എന്നീ നിരോധിക്കപ്പെടാതിരുന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനം ലക്ഷക്കണക്കിന് യുവാക്കളിലേക്ക് എത്തി. ബാഗുകൾ ഏന്തി സ്കൂൾ യൂണിഫോം ധരിച്ച് പ്രകടനത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അവർക്ക് കിട്ടിയ നിർദ്ദേശം. സ്കൂൾ യൂണിഫോമിൽ എത്തുന്ന കുട്ടികളെ പോലീസ് ആക്രമിക്കില്ല എന്ന പ്രതീക്ഷയായിരുന്നു ഇങ്ങനെയൊരു നിർദ്ദേശത്തിനു പിന്നിൽ. ഈ ഘട്ടത്തിൽ കാഠ്മണ്ഡു മേയർ ബാലേൻ ഷാ ജൻസി പ്രതിഷേധങ്ങളുടെ ഭാഗമായത് അതിന്റെ ലെജിറ്റിമസി വർദ്ധിപ്പിച്ചു. 1997 2012 ഇടയിൽ ജനിച്ചവർ എന്ന ജൻസി നിർവചനത്തിൽ പ്രായം കൊണ്ട് താൻ പെടാത്തതുകൊണ്ട് മാത്രം തെരുവിലേക്ക് ഇല്ല എങ്കിലും ഈ സമരങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുവെന്ന് ബാലേൻ ഷാ പറഞ്ഞതും പതിനായിരങ്ങളെ സ്വാധീനിച്ചു. അങ്ങനെ പലവിധ പ്രേരണകളുടെ ബലത്തിൽ സെപ്റ്റംബർ 8 യൂണിഫോം ധാരികളായിട്ടുള്ള 10,000 ജൻസി യുവാക്കൾ മൈത്തിഗർ മണ്ഡലയിൽ ഒത്തുകൂടുന്നു. ഡിഗ്നിറ്റി, ഫ്രീഡം, എൻഡ് ടു കറപ്ഷൻ തുടങ്ങിയ നിരവധി മുദ്രാവാക്യങ്ങൾ അന്ന് പ്ലക്കാർഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒത്തുകൂടിയ യുവാക്കൾ നേരെ വെച്ചുപിടിക്കുന്നത് പാർലമെന്റ് മന്ദിരം ലക്ഷ്യമിട്ടാണ്. അവരെ തടയാൻ ഗവൺമെന്റ് ഉടനടി റൈറ്റ് പോലീസിനെ വിന്യസിക്കുന്നു. കണ്ണീർവാതക ഷെല്ലുകളും ലാത്തി ചാർജും കൊണ്ട് പോലീസ് പിള്ളേരെ നേരിടുന്നു. അതിലും പിരിഞ്ഞു പോകാത്ത പ്രകടനങ്ങൾക്ക് നേരെ വെടിയുതിർക്കപ്പെടുന്നു. ആദ്യ ദിവസം രാത്രിയോടെ തന്നെ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം 19 കഴിയുന്നു. ചോര പുരണ്ട കീറിപ്പറഞ്ഞ യൂണിഫോമുകളുടെയും തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട സ്കൂൾ ബാഗുകളുടെയും വിഷ്വലുകൾ മാധ്യമങ്ങൾ ആവർത്തിച്ച് സംപ്രേഷണം ചെയ്തതോടെ ജനരോഷം ഇരട്ടിക്കുന്നു. പതിനായിരങ്ങൾ വീണ്ടും പ്രതിഷേധിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നു. മന്ത്രിമാരെയും മുൻമന്ത്രിമാരെയും മറ്റ് ഉന്നത സൈനിക ഓഫീസർമാരെയും ജനം തെരുവിൽ കായികമായി നേരിടുന്ന അവസ്ഥ വരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാർലമെന്റ് മന്ദിരത്തിൽ പോലും വിദ്യാർത്ഥികൾ തീവെക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. നേപ്പാളിലെ ജനജീവിതം വളരെ പതുക്കെയാണെങ്കിലും അതിൻ്റെ സാധാരണ സ്ഥിതിയിലേക്ക് ഇന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യങ്ങൾ കൊണ്ടും ടിയർ ഗ്യാസ് കാനിസ്റ്ററുകൾ പൊട്ടുന്ന ഒച്ച കൊണ്ടും മുഖരിതമായിരുന്ന കാഠ്മണ്ഡുവിലെ തെരുവുകൾ ഇപ്പോൾ താരതമ്യേന ശാന്തമാണ്. മാർക്കറ്റുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സംഘടിച്ചിറങ്ങി തങ്ങളുടെ തന്നെ ചോര കൊണ്ട് കറ പിടിച്ച നിരത്തുകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഒലി രാജിവെച്ചിറങ്ങിയ ഒഴിവിൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കാർക്കി തൽക്കാലത്തേക്ക് പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. നേപ്പാൾ എന്ന ജനാധിപത്യ രാജ്യത്തെ തിരികെ സാമാന്യ സ്ഥിതിയിലേക്ക് എത്തിക്കാനും വരുന്ന മാർച്ച് 5 പുതിയ പൊതുതെരഞ്ഞെടുപ്പ് നടത്തിക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. ഇന്ന് നമ്മൾ അവിടുത്തെ ജൻസിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കാണുന്ന പ്രക്ഷോഭങ്ങൾ സത്യത്തിൽ ഇതുവരെ പ്രശാന്ത സുന്ദരമായിരുന്ന നേപ്പാളിൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഉണ്ടായതല്ല എന്ന് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചതിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണ്. അത് എക്കാലത്തും നേപ്പാളിനെ ഗ്രസിച്ചു നിന്നിട്ടുള്ള അഴിമതി, സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ, അസമത്വം എന്നിവയോടുള്ള അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിഷേധ സ്വരം മാത്രമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ സമരങ്ങൾ ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ടാൽ പോലും അത് നേപ്പാളിന്റെ മണ്ണിനെ ചോരയിൽ കുതിർത്ത അവസാനത്തെ പോരാട്ടമാകാനുള്ള സാധ്യത കുറവാണ്. നേപ്പാളിലെ എക്കാലത്തെയും ജനപ്രിയ നേതാവായിരുന്ന BP കൊയ്രാലയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, സ്വന്തം നാട്ടിൽ ജനാധിപത്യം പുലർന്നു കാണണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നടക്കുന്ന ഒരു പോരാട്ടത്തെ പോലും നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്.
മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.